മാന്യ സഹോദരങ്ങൾക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനങ്ങൾ. വിശുദ്ധ ബൈബിളിലെ 22ാമത്തെ പുസ്തകമായ ഉത്തമ ഗീതം എന്ന അതുല്യ കൃതി, അതിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു വിശകലനത്തിന് വേണ്ടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ നിലയിൽ ബൈബിൾ സംശയ നിവാരണം എന്ന നിലയിൽ ചില വീഡിയോകൾ ഇതിനു മുമ്പ് പുറത്തിറക്കുകയുണ്ടായി. ആ പരമ്പരയിൽ മൂന്നാമത്തേതായും ഇത് കരുതേണ്ടതുണ്ട്. ഒപ്പം പൊതുവിൽ ഇത്തരമൊരു വിഷയം വിശകലനത്തിന് വന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി നമ്മൾ ഈ വിഷയമൊന്ന് ആവിഷ്കരിക്കാൻ സന്നദ്ധനായി എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോയിലൂടെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശകലനത്തിൻ്റെ പ്രസക്തമായ വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഷിർ അശീരി ലി അഷർ ലി ഷലോമോ, സോളമൻ്റെ ഉത്തമ ഗീതം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിവിധ ഭാഷകളിൽ ഇത് അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെ എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ഷിർ ഹഷിരീം എന്നാണ് എബ്രായ ഭാഷാപ്രയോഗമെങ്കിൽ അസ്മാറ്റോൺ എന്ന് ഈ പുസ്തകത്തെ എല്ലക്സസ് എന്ന സെപ്റ്റുവജൻറ്റിൽ വിവക്ഷിച്ചിരിക്കുന്നു. ലാറ്റിൻ പരിഭാഷയായ വൾഗറ്റിലേക്ക് വരുമ്പോൾ ഇത് അറിയപ്പെടുന്നത് കാൻഡിക്കം കാൻഡിക്കോറം എന്നാണ്. കാൻഡിക്കിൾസ് എന്നാണ് ചുരുക്കെഴുത്ത്. അങ്ങനെ എബ്രായ ബൈബിളിലാണെങ്കിലും അതിൻ്റെ ഗ്രീക്ക് പരിഭാഷയിലാണെങ്കിലും ലാറ്റിൻ വൾഗറ്റിലാണെങ്കിലും ഈ പുസ്തകം ആദരവോടുകൂടി തന്നെയാണ് അതിൻ്റെ ശീർഷകത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ആവർത്തിക്കുന്നു, ഷിർ അസിരീം എന്നാണ് എബ്രായ ഭാഷയിൽ ഇതിൻ്റെ പേര് എങ്കിൽ ഗ്രീക്കിൽ ഇതിൻ്റെ പേര് അസ്മറ്റോൺ. ഇത് നമുക്ക് കാണുന്നത് എല്ലക്സസിലാണെങ്കിൽ കാൻഡിക്കോറം എന്നാണ് വൾഗറ്റിൽ കാണുന്നത്. ഇനി ശരിയായുള്ള അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് പറയുന്നത് ഓഡ് ഓഫ് ദി ഓഡ്, ഗീതങ്ങളുടെ ഗീതം, ഓഡ് ഓഫ് ദ ഓഡ് എന്നാണ്, ഗീതങ്ങളുടെ ഗീതം. അങ്ങനെയാണ് ഇതിൻ്റെ പേര്. എബ്രായ സാഹിത്യത്തിലെ അല്ലെങ്കിൽ എബ്രായ ബൈബിളിലെ മെഗില്ലോത്ത് എന്നറിയപ്പെടുന്ന, ചുരുളുകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മെഗില്ലോത്തിലെ ഒന്നാമത്തെ കൃതിയും ഇത് തന്നെയാണ്. അങ്ങനെ മെഗില്ലോത്തിൽ ഉത്തമ ഗീതം, രൂത്ത്, എസ്തേർ, സഭാപ്രസംഗി, വിലാപങ്ങൾ എന്നിങ്ങനെ 5 പുസ്തകങ്ങളാണ് മെഗില്ലോത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ മെഗില്ലോത്താകട്ടെ ഉൾപ്പെട്ടിരിക്കുന്നത് കെത്തുബീം എന്ന ഭാഗത്താണ്. തോറ, നബിയും കെത്തുബീം എന്നുള്ള വിഭജനത്തിൽ കെത്തുബീം അഥവാ എഴുത്തുകൾ എന്നറിയപ്പെടുന്ന ഭാഗത്താണ്. ഇത് എബ്രായ ജ്ഞാന സാഹിത്യത്തിൻ്റെയും ഭാഗമായി പരിഗണിക്കുന്നു. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഒരല്പം എന്താണ് പറയുക, ടഫാണോ നിങ്ങൾക്കെന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും ഗഹനമായി ബൈബിളിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പ്രയോജനപ്പെടും വിധം ഞാൻ ഈ വഴിക്ക് ഒന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, എബ്രായ ബൈബിളിൽ അഥവാ നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നതും തനാക്ക് എന്ന് യഹൂദൻ പറയുന്നതുമായ അവരുടെ കൃതിയിൽ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കെത്തുബീം എന്ന 3ാം ഭാഗത്താണ്. കെത്തുബീമിനെയാണ് സങ്കീർത്തനങ്ങളെന്ന് കർത്താവ് വിവക്ഷിച്ചത്. എന്നെക്കുറിച്ച് ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനങ്ങൾ എന്ന ഭാഗത്ത് കാവ്യകൃതികളെല്ലാം പെടും എന്ന് ഇതിനു മുമ്പ് പലയാവർത്തി നമ്മൾ പറഞ്ഞതാണ്. ആ കെത്തുബീമിൽ തന്നെ മെഗില്ലോത്ത് എന്ന ഒരു ഉപവിഭാഗമുണ്ട്. ചുരുളുകൾ എന്നാണ് അത് അറിയപ്പെടുക. ചുരുളുകൾ, സ്ക്രോൾസ്. ആ സ്ക്രോൾസിൽ അഥവാ മെഗില്ലോത്തിൽ ഒന്നാമത്തെ കൃതി ഉത്തമ ഗീതമാണ്, 2ാമത്തെ കൃതി രൂത്താണ്, ഇനിയും ഒന്ന് എസ്തേറാണ്, ഇനിയും ഒന്ന് നമ്മുടെ ലാമൻറ്റേഷൻ അഥവാ വിലാപങ്ങളാണ്, മറ്റൊന്ന് എക്ലേസിയാസ്റ്റിക്കസ് അഥവാ സഭാപ്രസംഗി ആണ്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. കാരണം സ്ത്രീകൾ കഥാപാത്രങ്ങളാകുന്നതും സ്ത്രീകൾ പ്രധാനികളാകുന്നതുമായ 3 പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നാമതായിട്ട് ഉത്തമഗീതം, 2 രൂത്ത്, 3 എസ്തേർ.
മൂന്നും സ്ത്രീകളാണ് അതിൽ പ്രധാനികളായിട്ട് വരുന്നത്. ഇനിയുള്ളത് സഭാപ്രസംഗിയാണ്. അത് നമുക്കറിയാം. അത് ഒത്തിരി സാരോപദേശങ്ങളും നിർദ്ദേശങ്ങളും രാഷ്ട്രമീമാംസാപരമായ ചിന്തകളും കൊണ്ട് സമ്പന്നമാണ്. അതെന്നറിയാം. ഇനിയുള്ളത് വിലാപങ്ങളാണ്. വിലാപങ്ങളിലും നമുക്കറിയാം യെരുസലേമിൻ്റെ മതിലെ ഓലോല കണ്ണീരൊഴുക്കുക എന്നൊക്കെയുള്ള ഒരു ദയനീയമായ പ്രവാചകൻ്റെ നിലവിളിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. മാത്രമല്ല അവിടെയും ജെറുസലേമിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചുകൊണ്ടുള്ള സംഭാഷണമാണ് പുരോഗമിക്കുന്നത്. അപ്പോൾ ഉത്തമഗീതത്തെക്കുറിച്ച് അതിൻ്റെ എബ്രായ പശ്ചാത്തലം സംബന്ധിച്ച് നമ്മൾ തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. ഏതാണ്ട് 8 അധ്യായങ്ങളും 116 വാക്യങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. 117 മറ്റൊരു കണക്കിലും കിട്ടുന്നു. ഏതായിരുന്നാലും വളരെ രസകരമായൊരു പുസ്തകമാണ്, വളരെ ചിന്തോദ്ദീപകമായ ഒരു പുസ്തകമാണ്. 21 സസ്യജാലങ്ങളെക്കുറിച്ചും 15 തരം മൃഗങ്ങളെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. കൂടാതെ ജെറുസലേം, ഏൻഗതി, തിർസ, അമാന തുടങ്ങിയ ചില ഭൂപ്രദേശങ്ങളെക്കുറിച്ച്, ശൂനേം എന്ന ഒരു ഭൂപ്രദേശത്തെക്കുറിച്ച് ഒക്കെയുള്ള പഠനങ്ങൾ ഇതിലുണ്ട്. ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഈ പുസ്തകത്തിൻ്റെ ഭൂമിക എന്ന് വേണമെങ്കിൽ പറയാം. അക്കാലഘട്ടത്തിലെ ബിംബങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിംബൽസാണ്. കാവ്യപരമായൊരു ഭാഷയിൽ ഈ ബിംബം എന്നതിന് വിഗ്രഹം എന്നർത്ഥമില്ലെന്നറിയാമല്ലോ. ഒരുപക്ഷെ യഥാസ്ഥിതിരായ ആളുകൾ കേട്ടാൽ ഇതിൽ ബിംബമുണ്ട് എന്ന് അൽക്കുടുത്തോട്ടം പറഞ്ഞു എന്ന് പറയാനും ചിലർ മടിക്കില്ല. അതുകൊണ്ട് പറഞ്ഞാണ് സിംബൽസ്. അത്രയുള്ള സിംബൽസുകളൊക്കെ ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായും ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരം ആകുന്ന ഏൻഗതി, ഹസസോൻ താമാർ എന്നറിയപ്പെടുന്ന ഏൻഗതിയുടെ പശ്ചാത്തലം ഇതിൽ നന്നായിട്ട് കാണുന്നു. അത്രയല്ല, രസവഹമായ കാര്യം, ചില സംസ്കൃത പദങ്ങളുടെ പോലും സ്വാധീനം നമ്മൾ സൂക്ഷ്മാംശങ്ങളിൽ ദർശിച്ചാൽ ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഏറ്റവും പൗരാണിക ഭാഷയായ സംസ്കൃതത്തിൽ നിന്ന് പോലും ലോൺ വേഡുകൾ, അതായത് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ബൈബിളിലെ ഇതര ഭാഗങ്ങളിൽ കാണാത്ത കുറഞ്ഞ പക്ഷം ഒരു 60ഓളം വാക്കുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ വളരെ മനോഹരമായ പഠിക്കേണ്ടതായ ഒരു കൃതി തന്നെയാണ് ഉത്തമഗീതം. അപ്പോൾ നമുക്ക് ഉത്തമഗീതത്തെക്കുറിച്ച് ഞാൻ ചില പശ്ചാത്തലങ്ങൾ പറഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ കൃതി ക്രൈസ്തവർ മാത്രമല്ല, ലോക സാഹിത്യത്തിൽ യോബും ഉത്തമഗീതവും വളരെ വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. ഇംഗ്ലീഷ് സാഹിത്യം ഐച്ഛികമായി പഠിക്കുന്ന ഏതൊരാളും ഈ 2 കൃതികളെ കാര്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഉള്ളടക്കങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. അത്രമാത്രം മനോഹരമാണിത്. ഇത് ഒരു പ്രേമകാവ്യമാണ്, ഒരു പ്രേമകാവ്യം. ആ പ്രേമകാവ്യത്തിൽ അംഗവർണ്ണന, സ്ത്രീ പുരുഷന്മാരുടെ അംഗവർണ്ണന, ശരീരവർണ്ണന ഇതിൽ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അശ്ലീലമായ ഒന്നാണോ എന്ന ഒരു ചിന്ത സ്വാഭാവികമായിട്ടും ഉരുത്തിരിയാറുണ്ട്. എന്നാൽ ഒരു കാര്യം അറിയേണ്ടത്, ഇത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ ഈ തർക്കം ഉടലെടുത്തപ്പോൾ അവരുടെ മിഷ്നയും അതുപോലെ തന്നെ തൽമൂദുകൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ ചിന്തയ്ക്കൊക്കെ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ കൊടുത്ത റബി അക്കീബ ഇതേക്കുറിച്ച് പറഞ്ഞ കാര്യം, ഉത്തമഗീതം പിറവികൊണ്ട ആ ഒരു ദിവസത്തിന് പകരം ലോകത്തിലെ ഇതര ദിവസങ്ങളിലെ മുഴുവൻ അധ്വാനം പ്രതിഫലമായി കൊടുത്താലും തീരാത്ത വിധം മനോഹാരിതയുള്ള ഒന്നാണ് ഉത്തമഗീതം, ശലോമോൻ്റെ ഉത്തമഗീതം. മാത്രമല്ല, അക്കീബയുടെ ആത്യന്തിക വിധിയോടുകൂടി ഈ പുസ്തകം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പരിഗണിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ സകല കൃതികളും ശ്രേഷ്ഠമെങ്കിൽ ഉത്തമഗീതം അതിപരിശുദ്ധമാണ് എന്ന് പറയാനും റബി അക്കീബ മടിച്ചില്ല. ഇനി ഇതൊന്നുമല്ല കാര്യം, പ്രധാന കാര്യം അതല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ ഉത്തമഗീതം നിലവിലുണ്ട്. യേശു പതിവ് പോലെ പള്ളിയിൽ ചെന്നു. യേശു വായിച്ച പുസ്തകങ്ങളുടെ കൂടെയും ഉത്തമഗീതം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഉത്തമഗീതം വായിച്ചിരുന്നത് അവരുടെ പെസഹ പെരുന്നാളിൻ്റെ 8ാം ദിവസമാണ്. 8ാം ദിവസം വായിച്ചു. അത്ര കണ്ട് പരിശുദ്ധിയുള്ള ഒരു സംഭവം തന്നെയായിട്ടാണ് അവർ ഉത്തമഗീതത്തെ കണ്ടത്. അപ്പോൾ നമുക്കൊരു ചോദ്യം വരുന്നു, ഇത്രയും പെസഹ പോലെയുള്ള നിർണായകമായ ചില കാര്യങ്ങൾ, പെസഹയിലാണല്ലോ അവരുടെ വാക്കിൻ്റെ അർത്ഥം തന്നെ കടന്നുപോക്ക്, സംഹാരകനെ അതിജീവിച്ച് ഇസ്രായേൽ മക്കൾ പെസഹയും ചോരത്തളിയുമൊക്കെ ആചരിച്ച് അവരുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രയാണം, ആ ഘട്ടത്തിൽ വായിക്കാവുന്ന ഒന്നാണോ ഉത്തമഗീതം എന്ന ഒരു ചിന്ത സ്വാഭാവികമായിട്ട് ഉരുത്തിരിയും. യഥാസ്ഥിതികരായ ചില പാസ്റ്റർമാരും വിശ്വാസികളും ഒക്കെ തന്നെ ഉത്തമഗീതം വായിക്കരുത് എന്ന് രഹസ്യമായി പറയുന്ന ഒരു പതിവുണ്ട്. അത് ഇന്നതിന് ആ കാഴ്ചപ്പാടിനൊക്കെ ഏറെ മാറ്റം വന്നിരിക്കുന്നു. ഉത്തമഗീതം വായിക്കാൻ പാടില്ലാത്ത ഒരു കൃതിയായി ക്രൈസ്തവ ലോകം കാണേണ്ടതില്ല. അങ്ങനെ ഒരു പ്രശ്നമേ നമ്മുടെ മുമ്പിൽ ഉദിക്കുന്നില്ല. വളരെ മനോഹരമായ ഒരു കൃതി തന്നെയാണ്. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളുടെയും പരിഗണന ഈ പുസ്തകത്തിനും കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ മുൻകാല പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും, ഞാൻ രാത്രി യോഗത്തിൽ കൺവെൻഷന് ഉത്തമഗീതം പ്രസംഗിച്ചിട്ടുണ്ട്. 2 മണിക്കൂറോളം അതിന് സമയം ആവശ്യമുണ്ട് എന്നതുകൊണ്ട് പിൽക്കാലത്ത് അത് ഒഴിവാക്കി. കാരണം ഞങ്ങൾ പ്രസംഗം തുടങ്ങുന്ന കാലത്ത്
അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ പ്രസംഗിക്കണം എന്നൊരു നിലയിലാണ്. 7:30 സമയം തന്നാൽ 9:30 തീർക്കേണ്ടത്. അതുകൊണ്ട് അത് പ്രസംഗിക്കാനുള്ള അവസരം ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് ആളുകൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ പറയും ഉത്തമഗീതം പ്രസംഗിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ സമയം അനുവദിച്ച് തരണം. 2 ഇല്ലെങ്കിലും ഒരു 1.5 മണിക്കൂറെങ്കിലും തന്നാൽ ഉത്തമഗീതം കൺവെൻഷൻ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടില്ല. അതിലൂടെ സുവിശേഷം പറയാൻ യാതൊരു പ്രയാസവും എനിക്കില്ല. അങ്ങനെ പലയിടത്ത് ഉത്തമഗീതം പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തമഗീതത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ മുഖവുരയായിട്ട് പറഞ്ഞല്ലോ. നിങ്ങൾക്കത് മതിയാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും നമുക്ക് ഉത്തമഗീതം ഇങ്ങനെ പെസഹയിലും, അതായത് പാസ് ഓവർ ഫീസിൻ്റെ അന്നും ഇതര സമയത്തുമൊക്കെ പാടാൻ പറ്റുമെന്നാണോ എന്നൊരു ചോദ്യം വരുന്നു. ആ ചോദ്യത്തിന് വഴിയെ മറുപടി പറയാം. എഴുത്തുകാരൻ സോളമൻ്റേത് എന്ന് കരുതുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ സോളമൻ്റേതായ കവിതകൾ അത് ശേഖരിക്കപ്പെടുകയായിരുന്നു എന്നും വാദം നിലനിൽക്കുന്നു. അതൊന്നും ക്രൈസ്തവരെ സംബന്ധിച്ചോളം പ്രസക്തമായൊരു പ്രശ്നമല്ല. കാരണം നമ്മൾ ഒരു പഴയ നിയമകൃതിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് യേശുവിൻ്റെ കാലത്ത് അത് എങ്ങനെ പരിഗണിക്കപ്പെട്ടു എന്നതിനെ ആധാരമാക്കി തന്നെയാണ്. യേശുവും അപ്പോസ്തലന്മാരും അംഗീകരിച്ച ഒരു കൃതി എന്ന നിലയിൽ ഉത്തമഗീതം നമുക്ക് സ്വീകാര്യമായ ഒരു കൃതി തന്നെയാണ്. ഇനിവേ നമുക്ക് മറ്റു ചില കാര്യം കൂടി പഠിക്കാം. ജ്ഞാനിയായ സോളമൻ ഏതായാലും ഇതിൽ പരിഗണിക്കപ്പെടുന്നുണ്ടല്ലോ. നിരവധി ഇടങ്ങളിൽ സോളമനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10-ൽ താഴെ സന്ദർഭങ്ങളിൽ സോളമൻ ഇതിൽ കടന്നു വരുന്നുണ്ട്. ജ്ഞാനിയായ സോളമൻ അഥവാ ശലോമോൻ ഇതിൽ കടന്നു വരുന്നുണ്ട്. ഈ ശലോമോനെ കുറിച്ച് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം തരുന്ന ചില വിശദീകരണമുണ്ട്. അദ്ദേഹം ദേവദാരു മരത്തെക്കുറിച്ച് മുതൽ തുടങ്ങിയിട്ട് ചുവരിൽ വിടരുന്ന ഈസോപ്പിനെ കുറിച്ച് വരെ നന്നായി പഠിച്ച ഒരു പാരംഗതൻ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു. 1005 നീതിമൊഴികൾ, 3000 സദൃശ്യവാക്യങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായുണ്ടായിരുന്നു. ഏതാണ്ട് 45,000 കുതിരാലയങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമുണ്ടായിരുന്നു. വലിയ സമ്പത്തുള്ള, ഒപ്പം തന്നെ വളരെ പഠനമുള്ള, ചുവരിൽ വിടരുന്ന ഈസോപ്പിനെക്കുറിച്ച്, ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പുകളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ചൊക്കെ നന്നായി പഠിച്ച ഒരു വലിയ പണ്ഡിതൻ. അദ്ദേഹം നമ്മുടെ മാത്രമല്ല ഇംഗ്ലീഷ് സാഹിത്യത്തിലുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണ് സോളമൻ ദ ഗ്രേറ്റ്. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്ന അടുത്ത ഒരു കാര്യം, ബൈബിളിലെ തന്നെ വീക്ഷണമനുസരിച്ച് ഏതാണ്ട് 300 കുലീന ഭക്തിമാർ, 700 വെപ്പാട്ടിമാർ, അസംഖ്യം സ്ത്രീജനങ്ങളെയൊക്കെ അദ്ദേഹം തൻ്റെ ഭാര്യമാരായിട്ടോ കോങ്കുബൈൻ സിസ്റ്റമുള്ള ആ കാലത്ത് അങ്ങനെയൊക്കെയോ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഈ കൃതി എത്രമാത്രം പരിശുദ്ധമാകും എന്ന ഒരു ചോദ്യം കൂടി വരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കത്തെയാണ് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ സോളമൻ എന്ന മനുഷ്യനെ എങ്ങനെ കാണണം എന്നൊരു പ്രശ്നം കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. സോളമനെ മാത്രമല്ല, എങ്ങനെയാണ് നമുക്ക് പഴയ നിയമത്തെയും പഴയ നിയമ കഥാപാത്രങ്ങളെയും കാണേണ്ടത് എന്നൊരു ചോദ്യവും ഉപചോദ്യമായി വരും ഇവിടെ സ്വാഭാവികമായിട്ട്. ഉദാഹരണം നമുക്ക് ലോത്തിൽ നിന്ന് ആരംഭിക്കണം. ഈ ലോത്തിൽ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം തൻ്റെ 2 പുത്രിമാരോടൊപ്പം ശയിക്കുന്നു. ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ കാണുന്ന ഇതുപോലെ ഗൗരവതരമായൊരു പ്രശ്നമാണ് നമ്മുടെ ദാവീദ് രാജാവ് ബേത്ശേബയിൽ ഒരു കുട്ടി ജനിക്കുന്ന ഒരു സന്ദർഭം. അത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ക്രൈസ്തവ ലോകം എങ്ങനെയാണ് കാണുന്നത്? സത്യത്തിൽ ആ ഒരു പ്രശ്നത്തെ ക്രൈസ്തവ ലോകമല്ല, യഹൂദ ലോകം പോലും കണ്ടത് ഒരേ വീക്ഷണകോണിൽ നിന്ന് തന്നെയാണ്. ലോത്ത് നീരോട്ടമുള്ള മണ്ഡലം തിരഞ്ഞെടുത്ത് പരാജിതനായി തീരുമ്പോൾ തലമുറയെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ആ പെൺകുട്ടികൾ ചെയ്ത കർത്തവ്യത്തെ ബൈബിളോ അതിൻ്റെ ധാർമ്മികതയോ ഒരിക്കലും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് മറ്റൊരു ചരിത്രമായിട്ട് ചെന്ന് അവശേഷിക്കുന്നു. അങ്ങനെ അമോന്യരും മോവാബിയരും എന്ന 2 തലമുറയുണ്ടാകുന്നു. ഇന്നത്തെ അമാൻ എന്നറിയപ്പെടുന്ന യോർദാൻ അമോന്യരുടെ സന്താന പരമ്പരകളുടെ തുടർച്ചയാണ്, അമോനൈറ്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ യോർദാൻ എന്നറിയപ്പെടുന്ന ആ രാജ്യത്തെ വിളിക്കുന്നത് തന്നെ അമാൻ എന്നാണ്. അമാൻ, ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രമൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്ക് ലോത്ത് ചെയ്ത പ്രവൃത്തിയോ അല്ലെങ്കിൽ ബൈബിളിലെ ഏതൊരു വ്യക്തി ചെയ്ത പ്രവൃത്തിയെയും ജസ്റ്റിഫൈ ചെയ്യേണ്ട ഒരു ബാധ്യതയും ക്രൈസ്തവർക്കില്ല എന്നറിഞ്ഞുകൊള്ളണം. പക്ഷേ ദൈവം ചിലരെ ജസ്റ്റിഫൈ ചെയ്യുന്നു. നമുക്കതിനകത്ത് യാതൊരു കാരണവശാലും ദൈവത്തോട് അരുതെന്നൊന്നും പറയാൻ ഒക്കില്ല. ദൈവം ചിലരെ ജസ്റ്റിഫൈ ചെയ്യുന്നു. കാരണം ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമുക്കറിയാൻ കഴിയുന്നുണ്ട്, ചിലത് പെർമിസീവ് വില്ലാണ്, ചിലത് പെർഫെക്റ്റ് വില്ലാണ്. എന്താണ് പെർമിസീവ് വിൽ ആൻഡ് പെർഫെക്റ്റ് വിൽ? ഒരു മനുഷ്യൻ ദൈവഹിതമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു, നിർബന്ധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും സാഹചര്യങ്ങൾക്കും വഴങ്ങിയോ സ്വന്തം ഇഷ്ടപ്രകാരമോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ ദൈവം അവനോടുള്ള കാരുണ്യ നിമിത്തം അത് ക്രമേണ അംഗീകരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നു. കരുണാമയനായ ഒരു പിതാവ് എന്ന നിലയിൽ പിതൃസഹജമായ ആ ഹൃദയത്തോടെ അത് ക്ഷമിച്ചു കൊടുക്കുന്നു. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ഷമയോടൊപ്പം തന്നെ ബാലശിക്ഷകൾ എന്ന് വിവക്ഷിക്കാവുന്ന ശിക്ഷയും അവർക്ക് കിട്ടാറുണ്ട്. അതല്ലാതെ ബൈബിൾ ഒരിക്കലും അധർമ്മങ്ങൾക്ക് കൂട്ടുനിന്നിട്ടില്ല.
എന്നാൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഇത്തരം അനുവാദം എന്ന നിലയിൽ അനുവാദം എന്ന് പോലും പറയാൻ കഴിയില്ല. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ കിട്ടിയ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉപയോഗിച്ച് ദൈവം വെച്ച അളവോളമുള്ളൊരു ധാർമ്മികത സൂക്ഷിക്കാതെ പോയിട്ടുണ്ട്. ഉദാഹരണം കോങ്കുബൈൻ സിസ്റ്റം അഥവാ വെപ്പാട്ടിമാർ എന്ന ഒരു ചിന്ത. അത് ഒരു പരിഷ്കൃത ലോകത്തിന് ചേർന്ന കാര്യമല്ല. അടിമ സ്ത്രീയിൽ പുത്രോത്പാദനം നടത്തുക അത് ചേർന്നൊരു കാര്യമല്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ കാണേണ്ടത്, ഈ സ്ത്രീ പിന്നെ ഭാര്യയുടെ ആ റോളിലേക്ക് തന്നെയാണ് വരുന്നത് പലപ്പോഴും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സിസ്റ്റം ധനാഢ്യർക്കിടയിൽ അന്ന് നിലനിന്നിരുന്നു. ഈ കാര്യത്തെ ഒരു ക്രൈസ്തവൻ എങ്ങനെ നോക്കിക്കാണണം എന്ന് ചോദിച്ചാൽ, അത് ക്രിസ്തീയമായ അളവിലോ ദൈവത്തിൻ്റെ പദ്ധതിയിലോ നിങ്ങൾ ബഹുഭാരിത്വം അനുഷ്ഠിക്കണം എന്ന യാതൊരു നിർദ്ദേശവുമില്ലെന്ന് മാത്രമല്ല, ബൈബിൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ദാവീദിൻ്റെ കാര്യം എടുക്കുമ്പോൾ വിമർശിക്കപ്പെടുന്നൊരു പ്രശ്നമുണ്ട്. ദാവീദ് ബേത്ശേബയെ കാണുന്നു. ഞാൻ അതേക്കുറിച്ചൊരു കവിത എഴുതി, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ എൻ്റെ നിലപാട് പോലും എഴുതിയിട്ടുണ്ട്. കാരണം അതിൽ ബേത്ശേബയാണ് പലരും കുറ്റം പറയുന്നത്. അവൾ എന്തിനാണ് അവിടെ വന്നത് കുളിച്ചത്, അതുകൊണ്ടാണ് ദാവീദ് ഇത് കണ്ടത്. അവിടെ ആക്രമിക്കപ്പെടുന്നത് ബേത്ശേബയാണ്. ബേത്ശേബയുടെ കുറ്റമെന്ന് പറയാൻ ഒരിക്കലാവില്ല, കാരണം ക്വാർട്ടേഴ്സിലായിരിക്കും അവർ താമസിക്കുന്നത്. ഇനി എന്തുമാകട്ടെ, ആ സ്ത്രീയല്ല തെറ്റ് ചെയ്തത്. കാരണം ബേത്ശേബയ്ക്ക് ഒരിക്കലും ഊരിയാവിനോട് പ്രശ്നമൊന്നുമില്ല. ഊരിയാവ് എന്നെ അവൾ സ്നേഹിക്കാതിരുന്നിട്ടില്ല. പകരം രാജാവ് വിളിക്കുകയാണ്. രാജാവ് വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിൽ തലയാണ് പോകുന്നത്. അത് ജനാധിപത്യമല്ല. എന്നാൽ ഇന്നൊരു മന്ത്രിയാണ് വിളിക്കുന്നെങ്കിൽ അവൻ്റെ തല പോകും, അത് വേറെ കാര്യം. കാരണം എന്താ, ജനാധിപത്യം ശക്തിപ്പെടും. അവൻ്റെ ജീവിതമേ പോയി, അവൻ്റെ കുടുംബം മുഴുവൻ പോയി. കാരണം അതാണ് സ്ഥിതി. എന്നാൽ അന്ന് അങ്ങനെയല്ല. ഒരു സ്ത്രീയെ രാജാവ് വിളിച്ചാൽ ചെന്നേ പറ്റൂ. ഇനി അങ്ങനെയല്ല, നമ്മൾ തുറന്നു പറഞ്ഞാൽ ഹോമോസെക്ഷ്വാലിറ്റിക്ക് വിളിക്കുക, രാജാവാണ് വിളിച്ചതെന്ന് കുട്ടിക്കൂ, ആൾ പോയില്ലെങ്കിൽ തല പോവും. അതാണ് കാര്യം. അങ്ങനത്തെ സ്ഥിതികളുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ രാജാവ് വിളിച്ചപ്പോൾ ബേശേബ പോയത് ബേശേബയുടെ കിട്ടല്ല. ഈ ബേശേബ പ്രഗ്നൻ്റ് ആകുകയാണ്, ഗർഭം ധരിക്കുകയാണ്. ഗർഭം ധരിക്കുന്ന ബേശേബയെ ദാവീദിനോട് ചെന്ന് ഈ കാര്യം പറയാ, ഇങ്ങനെ ഇരിക്കുന്നു കാര്യം. തന്ത്രജ്ഞനായ ദാവീദ് എന്ത് ചെയ്തു? അപ്പോൾ ഈ ഊരിയാവിനെ വരുത്തി കുറേ നാൾ അവളോടുകൂടെ പാർത്താൽ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം, പിതൃത്വം അദ്ദേഹത്തിൽ ആരോപിക്കാം. ഈ തന്ത്രത്തിൽ വിളിക്കുക. പക്ഷെ ആ പദ്ധതി പൊളിഞ്ഞു. കാരണം ഈ ഊരിയാവ് വന്നിട്ട് എന്ത് ചെയ്തു? അവൻ വന്നിട്ട് രാജാവ് പറഞ്ഞു, നീ വീട്ടിൽ ചെല്ല്. അപ്പോൾ യജമാനായ രാജാവേ, യുദ്ധമുഖത്തുനിന്ന് ഞാനങ്ങനെ മാറില്ല, അത് എൻ്റെ പ്രതിജ്ഞയാണ്. എത്ര നിർബന്ധിച്ചിട്ടും പോകുന്നില്ല, ആ തന്ത്രം ഫലിക്കുന്നില്ല. ഫലിക്കാതെ വരുമ്പോൾ ഊരിയാവിനെ കൊല്ലുന്നു. 3 തെറ്റുകൾ തുടർമാനമായി ദാവീദിലേക്ക് വന്നു ഭവിക്കുന്നു. ഒടുവിൽ ബേർശേബ ഗർഭം ധരിക്കുന്നു. ബേർശേബയെ ദാവീദ് ഭാര്യയായിട്ട് ഉൾക്കൊള്ളുന്നു. അത് മറ്റൊരു ചരിത്രം. തികച്ചും ഈ പ്രവണതയെ ബൈബിളും ക്രൈസ്തവരും യഹൂദന്മാരും ദാവീദ് പോലും തെറ്റെന്നാണ് കണ്ടത്. ആ തെറ്റിനൊടുവിലാണ് അദ്ദേഹം 51 സങ്കീർത്തനം പശ്ചാത്താപ വിവശനായി എഴുതുകയും പാപക്ഷമ ലഭിച്ചപ്പോൾ അദ്ദേഹം 32 സങ്കീർത്തനം എഴുതുകയും ചെയ്യുന്നു. ആദ്യം എഴുതി 51 സങ്കീർത്തനാണ്, 32 പിന്നാണ് കാലക്കണക്ക് വെച്ച്. എനിവേ, അപ്പോൾ എന്താണ് ഇതിൽ കാണേണ്ടത്? അവിടെ ഒരു വചനം, ഞാൻ നിനക്ക് നിൻ്റെ യജമാനൻ്റെ കുടുംബത്തെ തന്നു, യജമാനനുള്ള രാജ്യം നിനക്ക് തന്നു. നമ്മുടെ ശൗലിൻ്റെ ആ യജമാനൻ്റെ ഭാര്യയെ തന്നു. മരിച്ചു കഴിഞ്ഞുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വിധവമാരെ അങ്ങനെ വിവാഹം കഴിക്കുന്ന രീതിയുണ്ട്. ഞാനിതൊക്കെ നിനക്ക് തരുമായിരുന്നു, നീ എന്തിനാണ് ഈ കർത്തവ്യം ചെയ്തത്? അതിന് മുഹമ്മദീസയൊക്കെ വ്യാഖ്യാനിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദൈവം ഈ ബേശേബയെ കൂടെ കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. അത് അവരുടെ കുറ്റമല്ല. കാരണം അങ്ങനെ കൊടുത്ത ചില സന്ദർഭങ്ങൾ ഖുറാനിലുള്ളിടത്തോളം അതിനെ ഇങ്ങനെ ഈക്വലൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ദാവീദിൻ്റെ കുറ്റത്തെ ബൈബിളോ ദൈവമോ നമ്മളോ ന്യായീകരിക്കാറില്ല. ന്യായീകരിക്കേണ്ട യാതൊരു ബാധ്യതയും ക്രൈസ്തവർക്കില്ല എന്നറിഞ്ഞുകൊള്ളണം. ഇനി നമുക്ക് പൊതുനിയമത്തിലേക്ക് തന്നെ, ഉത്തമഗീതത്തിലേക്ക് തന്നെ വരാം. ഉത്തമഗീതത്തിലെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെ ഞാൻ വളരെ നിഷ്പക്ഷമായി വിലയിരുത്തുകയാണ്. അല്ലെങ്കിൽ അതിനോടുള്ള ക്രൈസ്തവ സമീപനം എന്തായിരിക്കണം എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ലൈംഗികത പാപം എന്ന ഒരു വിവക്ഷ ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല എന്നാദ്യം പഠിക്കണം. പക്ഷേ അത് എവിടെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കൃത്യമായ ജീവിത സംവിധാനങ്ങൾക്കുള്ളിൽ, കുടുംബജീവിത സംവിധാനങ്ങൾക്കുള്ളിൽ ലൈംഗികത അനുവദിച്ചിരിക്കുന്നു ദൈവം എന്നുള്ളതാണ്. അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, അനുഗ്രഹമായി നൽകപ്പെട്ടിരിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിച്ച് പെരുകി ഭൂമി മുഴുവൻ നിറയണം. മാത്രമല്ല, അവൻ തൻ്റെ ഭാര്യയെ കുഞ്ഞുങ്ങളെയൊക്കെ പുലർത്തിപ്പോകുന്ന ഒരു ദാമ്പത്യ ജീവിതമാണ് ഏദൻ മുതൽ ദൈവം കണ്ടത്. അപ്പോൾ ഈ വ്യവസ്ഥ സത്യത്തിൽ ബൈബിൾ സന്യാസത്തിനും 2 കാര്യങ്ങൾക്കിടയിലാണ് ബൈബിളിൻ്റെ ധാർമ്മികത. ഒന്ന്, കുത്തഴിഞ്ഞ ലൈംഗികത. ആ ലൈംഗിക അരാജകത്വത്തിനും സന്യാസത്തിനും ഇടയിലുള്ള ഒരു മധ്യവർത്തി നയമാണ് ബൈബിളിൽ സ്വീകരിച്ചിരിക്കുന്നത്. കുത്തഴിഞ്ഞ ലൈംഗികതയെ ബൈബിൾ എതിർക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് പുറത്തുള്ള അനുവദനീയമായ സംവിധാനങ്ങൾക്ക് പുറത്തുള്ള ലൈംഗികതയെ ബൈബിൾ എതിർക്കുന്നു. 1. 2, ബൈബിൾ എതിർക്കുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് സന്യാസമാണ്. സന്യാസത്തെ എതിർക്കുക എന്ന് പറയുന്നത്, സന്യാസം എന്ന ഒരു പദമേ പഴയ നിയമത്തിലെങ്ങും ഇല്ല. ബാച്ചിലർ എന്നൊരു പദം ഓൾഡ് ടെസ്റ്റമെൻറ്റിലില്ല. ഉള്ളത് പുതു നിയമത്തിലാണ് ഒരു തവണ ബാച്ചിലർ ആ ഒരു പദം ഉള്ളത്. ഞാൻ കല്യാണ സ്ഥലങ്ങളിൽ ഇതെടുത്ത് പറയാറുണ്ട്.
നിങ്ങൾക്ക് ആ ഒരു പദം കണ്ടുപിടിക്കാൻ പറ്റില്ല ബൈബിളിൽ നിന്ന്. വിവാഹത്തിൻ്റെ പരിശുദ്ധി അത് കണ്ടു. മാത്രമല്ല വിവാഹം കഴിച്ചവരാണ് അവിവാഹിതരെക്കാൾ കാര്യക്ഷമതയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവത്തോടു കൂടെ നടന്നവൻ, മരണം കാണാതെ എടുക്കപ്പെട്ടവൻ, അവൻ്റെ കുടുംബജീവിതം നയിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കുടുംബജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടലിനോ ദൈവ സാന്നിധ്യം അനുഭവിക്കാനോ തടസ്സമില്ല എന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ ഭാര്യഭർത്തൃ ബന്ധം പവിത്രമായിട്ട് ബൈബിൾ കരുതുന്നു. അതുകൊണ്ട് അവർക്കിടയിലുള്ള രതിസങ്കല്പങ്ങൾ, ചിന്തകൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ പാപമായി കാണുന്നില്ല എന്ന് മാത്രമല്ല, സ്നേഹത്തിൻ്റെ തീവ്രതയെ ദ്യോതിപ്പിക്കാൻ ദൈവം എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തെ താനും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തോട് ഉപമിച്ചും സംസാരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പോലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലെ ആണ് എന്നുള്ള മിസ്റ്റിക്കൽ യൂണിയൻ വിത്ത് ഗോഡ്, അതാണ് ബൈബിൾ വിവക്ഷിക്കുന്നത് എന്ന കാര്യം ഞാൻ ഇതര വാക്യങ്ങൾ കൂടി കൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യമുണ്ട്, ഹോശേയ പ്രവചനം 2:16. അവിടെ എന്താണ് പറയുന്നത്? അന്നാളിൽ ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എന്നെ ഈശി എന്നല്ല ബാലി എന്നാണ് വിളിക്കുക. എന്താ ഈശി? ഈഷ് എന്നതിൻ്റെ അത് എൻ്റെ എന്ന അർത്ഥത്തിൽ ചേർത്ത് പറയുമ്പോഴാണ് ഈശി എന്നാകുന്നത്. അപ്പോൾ ഈശ് എന്ന് പറഞ്ഞാൽ പുരുഷൻ അല്ലെങ്കിൽ ഉടമ എന്നൊക്കെയാണ് അർത്ഥം. ഈശി എന്ന് വെച്ചാൽ എൻ്റെ ഉടമ എന്നാണ് അർത്ഥം. ദൈവത്തെ ലോകം സത്യത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ ഉടമസ്ഥതാവകാശത്തിൽപ്പെട്ടതാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും ദൈവത്തെ ഉടയവൻ അഥവാ പടച്ചവൻ അഥവാ സൃഷ്ടാവ് എന്ന ജനറലൈസ് ചെയ്ത് കാണുന്ന അർത്ഥത്തിനും അപ്പുറത്ത് ഏത് രഹസ്യവും തുറന്നു പറയാവുന്ന, ദൈവത്തിൻ്റെ താല്പര്യങ്ങളെ പങ്കിടാവുന്ന ഇൻറ്റിമസി ഉള്ള ആളായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇപ്പോൾ ഈശി അഥവാ ഉടയവനെ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അന്നാളിൽ നിങ്ങൾ എന്നെ വിളിക്കുന്നത് ബാലി എന്നാകും. ബാൽ അതിൻ്റെ അർത്ഥം ഹസ്ബൻഡ് എന്നാണ്, കാന്തൻ എന്നാണ്. ബാലി മൈ ഹസ്ബൻഡ്, എൻ്റെ കാന്ത, എൻ്റെ ഭർത്താവേ എന്ന് നിങ്ങൾ വിളിക്കും. ഉടയവൻ എന്ന ബന്ധത്തെക്കാൾ വലുതാണ്, ഉടമ എന്ന ബന്ധത്തെക്കാൾ വലുതാണ് ഹസ്ബൻഡ് എന്ന ബന്ധം. ആ ബന്ധം എന്ന് പറയുന്നത് പലതരം ഘടകങ്ങളുടെ ഒരു ബന്ധമാണ്. അതിൽ ലൈംഗികതയുടെ പങ്കിടൽ ഒരു ഘടകം മാത്രമാണ്. അത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സ്നേഹത്തിൻ്റെയും സമ്പത്തിൻ്റെയും ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലെയും പങ്കിടലാണ് ആ ബന്ധം എന്നുള്ള കാര്യമാണ് ക്രിസ്ത്യാനിറ്റി വിശ്വസിച്ചു പോരുന്നത്, ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്. അതാണ് യഹൂദമതത്തിൻ്റെ ചിന്തയിലും അത് തന്നെയാണ്. എന്നാൽ അത് പുതുനിയമത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടി ഗാഢമാകുന്നു. അതിൻ്റെ കാരണം സഭയെയും ക്രിസ്തുവിനെയും തമ്മിൽ ഉപമിച്ചു പറയുമ്പോൾ പലതരം ഉപമകൾ പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്, നിങ്ങൾ എൻ്റെ അനുഗാമികളാണ്, നിങ്ങൾ എൻ്റെ ആടുകളാണ്. എന്തെല്ലാം ഉപമകൾ! ആടും ഇടയനും തമ്മിലുള്ള ബന്ധം, നിർമ്മാതാവും ഒരു ഗൃഹവും തമ്മിലുള്ള ബന്ധം, പിന്നെ ഒരു കൃഷിയിടവും കൃഷിക്കാരനും തമ്മിലുള്ള ബന്ധം. അങ്ങനെ വ്യത്യസ്ത ബന്ധങ്ങൾ ദൈവവും മനുഷ്യനും തമ്മിൽ പറയുമ്പോൾ ഉദാത്ത ബന്ധമായി പറയുന്നത് കാന്തനും കാന്തയും എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധം കാന്തനും കാന്തയും തമ്മിലുള്ളതാണ് എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. കാരണം എൻ്റെ 3 മക്കൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അവരിത് കേട്ടും പഠിച്ചുമൊക്കെ ഇരിക്കുകയാണ്. ഈ ചർച്ചയിൽ അവർ കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ അവർക്ക് ചില ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ടാണ്, പഠനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഉത്തമഹിതം ചർച്ച ചെയ്യുന്നിടത്ത് അവരുണ്ടാകണമെന്ന് എനിക്കൊരു ശാഠ്യമുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ചില ഹോംവർക്കുകൾ ചെയ്യാനുണ്ട്. കാരണം അത് അശ്ലീലമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ പക്ഷേ എൻ്റെ മൂത്ത കുട്ടി ഡിഗ്രി കഴിയുന്നു, അടുത്ത കുട്ടി +2 കഴിയുന്നു, മോൻ 9 കഴിയുന്നു. ഇവരെ ഞാൻ എടുക്കാറുണ്ടായിരുന്നു, അവരെ ചുംബിക്കാറുണ്ട്. അവരെ മക്കളെന്ന നിലയിലുള്ള എല്ലാ സ്നേഹപ്രകടനങ്ങളും നടക്കുമ്പോൾ തന്നെ ഞാൻ അവരെ 1 വയസ്സിൽ 2 വയസ്സിൽ 3 വയസ്സിൽ കണ്ടും കൊടുത്തുമിരുന്ന ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത അതിൻ്റെ പ്രകടനപരതയിൽ കുറഞ്ഞ് അകലത്തിലായി, വളരെ അകലത്തിലായി. ഇപ്പോൾ ഈ കുട്ടികളെ വിളിച്ചാൽ അവരെൻ്റെ അടുത്ത് വരുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. പക്ഷേ ഞാനവരെ അടുത്ത് വിളിക്കുകയൊക്കെ ചെയ്യും. പിതാവെന്നുള്ളത് എൻ്റെ റൈറ്റാണത്. നമ്മളെത്ര വളർന്നാലും അമ്മയ്ക്ക് നമ്മൾ കൊച്ചുകുട്ടിയാണ്, ആ ഒരു ബോധ്യത്തിലാണ്. അപ്പന് നിങ്ങൾ കൊച്ചുകുട്ടിയാണ്, ആ ഒരു ബോധ്യത്തിലാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ അകന്നകന്ന് പോകുന്നു. അവരെവിടേക്കാണ് അകലുന്നത്? ഏതാനും നാളുകൾക്കുള്ളിൽ അവർ മറ്റൊരുവനാകും. മറ്റൊരുവൻ്റെ ഭാര്യയോ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവോ ഒക്കെ ആയിട്ട് അവർ മാറുമ്പോൾ അത് ക്രമേണ മാറുകയാണ്. പക്ഷേ ഈ ബന്ധം എത്ര മാറിയാലും മാറാനാവാത്തൊരു ബന്ധം കാന്തയും കാന്തനും തമ്മിലുള്ളതാണ്. അതിൻ്റെ എക്സ്പയറി, അതിന് തന്നിരിക്കുന്ന അവസാന ഘട്ടം ഏതാ? ഡെഡ് ലൈൻ എവിടെ വരെയാ? മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ. അതാണെങ്കിൽ നിത്യജീവനുള്ള നമുക്ക്
ലഭിക്കാൻ പോകും നമുക്ക് നിത്യജീവൻ്റെ ദാതാവായ ക്രിസ്തുവും തമ്മിലുള്ള ഗാഠബന്ധത്തിന് അന്ത്യമില്ല. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർ ലേഖനം 11:2 പറയുക, 2 കൊരിന്ത്യർ ലേഖനം, ക്രിസ്തു എന്ന ഏകപുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇസ്രയേലും സഭയും തമ്മിൽ സ്നേഹത്തിൻ്റെ ഗാഠബന്ധം ചിത്രീകരിക്കാൻ അവിടെ ഉപയോഗിച്ച ഇമേജറികളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവും തൻ്റെ കാന്തയും തമ്മിലും സ്നേഹബന്ധത്തെ ഈ നിലയിൽ തന്നെയാണ് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഈ ആശയങ്ങളാണ് ഉത്തമഗീതം ഉൾക്കൊള്ളുന്നത്. നമുക്കിനി ആ ഉത്തമഗീത പരാമർശത്തിലേക്കും ചിന്തയിലേക്കും ഒക്കെ ഒന്ന് വരേണ്ടതുണ്ട്. നമുക്ക് ഉത്തമഗീതം പരിശോധിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ മനസ്സിലാകും. അതിലെ ചില പദപ്രയോഗങ്ങൾ അനിവാര്യമായിരുന്നു, അത് അങ്ങനെ തന്നെ വേണമായിരുന്നു. ഉദാഹരണം, നമുക്ക് ഈ പെൺകുട്ടിയെ വിവരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, ആൺകുട്ടിയെ വിവരിക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അത്രയും ഒരു വിശദീകരണം, പക്ഷേ ആ വിശദീകരണം ആരൊക്കെ തമ്മിലാണ് എന്ന് മനസ്സിലാക്കണം. ഞാനതാണ് പറഞ്ഞത്, പാപം എന്ന് പറയുന്നത് എന്താണ്? നിയമലംഘനമാണ്. നിയമാനുസൃതമായ ഈ ബന്ധം എങ്ങനെയാണ് പാപമോ തെറ്റോ ആയി മാറുന്നത്? നിയമാനുസൃതം ആണിതെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മുഹമ്മദ് ഈസി ആകട്ടെ, അബ്ദുൾ നാസർ ആകട്ടെ, ഇവരെല്ലാം ഉത്തമഗീത ഉപയോഗിച്ചുകൊണ്ട് ചിലതരം വ്യാഖ്യാനങ്ങളും വിമർശനങ്ങൾക്കും വേണ്ടി വരികയാണ്. അവരെ ഒത്തിരി പരാമർശിക്കാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിയമാനുസൃതമായ ബന്ധമേ ബൈബിൾ അംഗീകരിക്കുന്നുള്ളൂ. അല്ലാത്ത ബന്ധങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ പഴയ നിയമത്തിൽ അനുവാദം കിട്ടിയിട്ടുണ്ട്, പുതുനിയമത്തിലാകട്ടെ അതിനൊട്ടും അനുവാദമില്ല. ഞാൻ കഴിഞ്ഞ ഒരു ലൈവിലും നിങ്ങളോട് പറഞ്ഞിരുന്നു, ലോകത്ത് പലതരം ക്രിസ്ത്യാനിത്വമുണ്ട്. അതിൽ കത്തോലിക്കരുണ്ട്. നമ്മളെ ഉൾക്കൊള്ളാത്തൊരു സമൂഹമാണ് കത്തോലിക്കർ എന്ന് പറയുന്നത്. യാക്കോബൈ ഓർത്തഡോക്സുമുണ്ട്, അതുപോലെ മർത്തോമയുണ്ട്, ലൂതറൻ ചർച്ചുകളുണ്ട്, പ്രസ്ബിറ്റേറിയൻ ചർച്ചുകളുണ്ട്, ആംഗ്ലിക്കൻ ചർച്ചുകളുണ്ട്, പെൻറ്റക്കോസ്റ്റൽ ചർച്ചുകളുണ്ട്, ബ്രദറൻ ചർച്ചുകളുണ്ട്. നമുക്കൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തിയോളജിയിൽ അതിൻ്റെ പലതരം കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അഡ്മിനിസ്ട്രേഷനിൽ, തിയോളജിയിൽ ഗണ്യമായ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു കാര്യം, ലോകത്തുള്ള സകല ക്രിസ്ത്യാനിക്കും ഒറ്റ ധാർമ്മികതയുള്ളൂ, ഒറ്റ ധാർമ്മിക ബോധം. കത്തോലിക്കൻ മുതൽ ലോകത്തിലെ സകല ക്രൈസ്തവനും ഒറ്റ ധാർമ്മിക ബോധമേ ഉള്ളൂ. അതിനകത്ത് വ്യത്യാസമില്ല. കാരണം 2000 ആണ്ട് ചരിത്രമുള്ള ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഇതുവരെയുള്ള മുന്നേറ്റങ്ങളിൽ ഡൈവോഴ്സ് ഇല്ല. അല്ലെങ്കിൽ ഡൈവോഴ്സ് ഒറ്റപ്പെട്ടതൊക്കെ നടന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. പക്ഷേ ഡൈവോഴ്സിന് നിയമസാധുതയില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡൈവോഴ്സ്ഡ് ആയവരുടെ പുനർവിവാഹമില്ല, നിയമപരമായിട്ടില്ല. അടുത്തത്, വിവാഹത്തിന് പുറത്തുള്ള ബന്ധത്തെ ബൈബിൾ അംഗീകരിക്കുന്നേ ഇല്ല. ഒരു തരത്തിലും ഇതിന് മാറ്റം വന്നില്ല. കൊലപാതകമില്ല, മദ്യപാനമില്ല. ഇത്തരത്തിൽ ധാർമ്മിക നിയമങ്ങളുടെ ലംഘനം നിയമാനുസൃതമായി ക്രിസ്ത്യാനിറ്റി എങ്ങും അംഗീകരിച്ചിട്ടില്ല. 2000 വർഷമായിട്ടും അതിന് ഭേദഗതി വരുത്തുവാൻ യാതൊരു വഴിയുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വല്ല വഴിയുമുണ്ടോ? ഭേദഗതിയേ ഇല്ല. അത്ര മേന്മയേറിയ ഒരു ധാർമ്മിക ബോധം ഉലകത്തെ പഠിപ്പിച്ചു ക്രിസ്ത്യാനിത്വം. അപ്പോൾ ഉത്തമഗീതം പോലുള്ള ഒരു കൃതി എങ്ങനെയാണ് പരിശുദ്ധമായൊരു കൃതിയുടെ കൂടെ നിങ്ങൾ പെടുത്തുമെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഓരോ തരമായിട്ടുള്ള വ്യാഖ്യാന തലങ്ങളിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉത്തമഗീതത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രധാനമായും 3 തരം സ്കൂളുകൾ ഉത്തമഗീതത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സ്കൂൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിന്താധാര എന്ന അർത്ഥത്തിൽ അങ്ങനെ എടുക്കണം. ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്നവർക്ക് സ്കൂൾ എന്ന് പറയുമ്പോൾ സാധാരണ അർത്ഥത്തിന് മീതെയുള്ള ഒരു ചിന്ത മനസ്സിലാകുമല്ലോ, സ്കൂൾ. അപ്പോൾ ഒന്നാമത്തെ അലിഗറിക്കൽ സ്കൂളാണ്. അലിഗറിക്കൽ സ്കൂളിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, അലിഗറിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരാൾ ഫിലോയാണ്, അലക്സാണ്ട്രിയയിലെ ഫിലോ. അതുപോലെ പ്രസിദ്ധനായ ഓറിഗൻ അലിഗറിയുടെ വലിയൊരു ഉസ്താദായിരുന്നു. അതുപോലെ സെയിൻറ്റ് ജെറോം എന്നറിയപ്പെടുന്ന ആൾ, അദ്ദേഹം അലിഗറി നന്നായിട്ട് തന്നെ പഠിപ്പിച്ച ആളാണ്. ബെർണാഡും അങ്ങനെ തന്നെയാണ്. വാട്ട് ഈസ് അലിഗറി? ഒന്നാമത്തെ സംഗീതം അലിഗറി ആണെങ്കിൽ അലിഗറിക്ക് കൊടുക്കാവുന്ന ഒരു വ്യാഖ്യാനം എന്താണ്? ഈസ് ആൻ എക്സ്റ്റെൻഡഡ് മെറ്റാഫറാണ്. അലിഗറി ഈസ് ആൻ എക്സ്റ്റെൻഡഡ് മെറ്റാഫർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാഫർ, ഒരു രൂപകത്തിന് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള ഒരർത്ഥം കൊടുത്തു പോവുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒറിഗനുമൊക്കെ ഒത്തിരി അതിരി കടന്നു പോയി വ്യാഖ്യാനിച്ച്. ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഒറിഗൻ്റെ ഒരു വലിയ വ്യാഖ്യാന തമാശ ഉണ്ടല്ലോ. ആ തമാശ അനുസരിച്ച് എന്താ പറയുക, 4 സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് യേശു സഞ്ചരിച്ച കഴുതയുടെ 4 കാലുകൾ 4 സുവിശേഷമാണ് എന്നും വാല് അപ്പോസ്തല പ്രവൃത്തിയാണെന്നും ഒക്കെ വ്യാഖ്യാനിച്ചു പോകുന്ന വ്യാഖ്യാനമുണ്ടല്ലോ. ഒന്നൊന്നിനെ കാണിക്കുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനം. എനിക്കൊന്നും അത് പെന്തക്കോസ്തരുടെയും ബ്രദറുകാരുടെയൊക്കെ ഇടയിൽ വളരെ ശക്തമാണ്. ഇന്ന് ആളുകൾ പെന്തക്കോസ്ത് ബ്രദറൻ വ്യാഖ്യാനമാണെന്ന് പറയുമ്പോൾ ഒറിഗനാണ് അത് തുടങ്ങി വെച്ചത്. ഒറിഗൻ്റെ ഈ വ്യാഖ്യാനത്തെ പിൽക്കാല ലോകം കണ്ടത് വാനര സംക്രമണം എന്നാണ്. വാനര സംക്രമണം എന്നൊക്കെ അത് ആക്ഷേപിക്കപ്പെട്ടിരുന്നു. പക്ഷേ അലിഗറി തീരെ തള്ളാൻ പറ്റിയ ഒരു സംഗീതമൊന്നും അല്ല അതിൽ. പക്ഷേ അലിഗറിയുടെ പരിമിതി ഏതിനും അവർക്ക് വ്യാഖ്യാനം കണ്ടെത്തേണ്ടി വരുന്നു.
അങ്ങേയറ്റം സ്വാതന്ത്ര്യം അലിഗറിയിൽ അവർ ഉപയോഗിക്കുന്നു. അത് പലപ്പോഴും തമാശയായി തന്നെ തീരാറുണ്ട്. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, പ്രിയെ നിൻ്റെ സ്തനങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇപ്പോൾ 2 സ്തനങ്ങൾ എന്ന് പറയുന്നതിന് ഇവർ പറയാൻ ആരംഭിച്ചു, ഒന്ന് ഓൾഡ് ടെസ്റ്റമെൻറ്റും ഒന്ന് ന്യൂ ടെസ്റ്റമെൻറ്റുമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന രീതിയാണ് അലിഗറി എന്ന് പറയുന്നത്. അത് ഇൻറ്റൻഡഡ് മീനിങ്ങിൻ്റെ ഒത്തിരി അപ്പുറത്ത് പോകും. ആ വ്യാഖ്യാനത്തെ ഏതായാലും നമുക്ക് സ്വീകരിക്കാൻ തരമില്ല. അതിനെ അത്തരത്തിൽ പോകുന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. ഏതിനും ഒരു ഉദാഹരണം പറയുക, അതിൽ സന്നിധിനെ കാണുക, അല്ലെങ്കിൽ മറ്റ് പല വിധത്തിലുള്ള അന്നത്തെ നിലനിന്ന ബിംബങ്ങളെ ഉത്തമഗീതത്തിൻ്റെ ഒരു കാവ്യത്തിലൂടെ കാണുക എന്നുള്ളതാണ് അലിഗറി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അലിഗറി ഒത്തിരി ദോഷം ചെയ്തിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. എന്നാൽ ചിലതിൽ അലിഗറി തള്ളാനും പറ്റില്ല. കാരണം ഇതുണ്ടായത് അലിഗറിയുടെ നിന്നുള്ള സങ്കേതം തന്നെ വന്നുവിടുന്ന അതിൻ്റെ ഏറ്റവും വലിയ പ്രാണേതാവായിരുന്നു അലക്സാണ്ട്രിയയിലെ ഫിലോ. നമ്മുടെ പൗലൂസുമൊക്കെ അലിഗറി ഉപയോഗിച്ചിട്ടുണ്ട്, ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കാണുന്ന എൻ്റെ ഒരു നിലപാട്, ബൈബിൾ അനുവദിച്ച അലിഗറികൾ സ്വീകരിക്കാം. ബൈബിളിന് പുറത്ത് അലിഗറികൾ സ്വീകരിക്കാൻ തൽക്കാലം നമുക്ക് സാധിക്കില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും. ഉദാഹരണം, എന്നോടൊരാൾ എണ്ണ പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞ് ഞാൻ സ്വീകരിക്കാറില്ല. അങ്ങനെയുള്ള പാസ്റ്റർമാരുടെ പ്രസംഗമൊന്നും ഞാൻ കേൾക്കാറേ ഇല്ല. എണ്ണ പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന് വാക്യം വേണം. ഇന്ന് ഞാൻ കർശനമായി ഷഡിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിന് വാക്യം വേണം, അതിന് തെളിവ് വേണം, വ്യക്തതയാർന്ന തെളിവ് വേണം. എന്നാൽ ബൈബിൾ പറയുന്നു ആ പാറ ക്രിസ്തുവായിരുന്നു. ബൈബിൾ പറഞ്ഞതുകൊണ്ട് അത് ഉൾക്കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു. വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു, അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് പറഞ്ഞാൽ അത് സ്നാനം തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ബിക്കോസ് ബൈബിൾ സേസ് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. ഉദാഹരണം, നമ്മുടെ സൈമൺ സാറും ഒക്കെ ഞാൻ മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞ ഒത്തിരി വിവാദമായ ഒരു കാര്യമാണ്. അദ്ദേഹം സമാഗമന കൂടാരത്തിലെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അതിന് വ്യാഖ്യാനം പറയാറുണ്ട്. അതിലൊരു രസകരമായ വ്യാഖ്യാനമുണ്ട്. സമാഗമന കൂടാരത്തിലെ പലകയുടെ അളവ്, പലക എന്നറിയാമല്ലോ, ആ പലകയ്ക്ക് 1.5 മുഴം അളവാണ്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് 1.5 മുഴം കൃപയുടെ അളവാണെന്നാണ്. കൃപയുടെ അളവ് 1.5 മുഴം എന്ന് പറയുമ്പോൾ പൗലോസിക പറയുന്നുണ്ട് അളവറ്റ കൃപ എന്ന് പറയുന്നുണ്ട്. അളവറ്റ കൃപയെ എങ്ങനെയാണ് KVS 1.5 മുഴമായി ചുരുക്കിയതെന്നുള്ള എൻ്റെ ഒരു ചോദ്യം ബ്രദറുകാർ മറുപടി പറയാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അലിഗറി പരിധി വിട്ട് നമ്മൾ ആ വഴിക്കല്ല ഉത്തമഗീതത്തെ വ്യാഖ്യാനിക്കേണ്ടത്. പക്ഷേ അലിഗറിയുടെ സംഗീതത്തെ അനുവദിച്ച ഘട്ടങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം, അനുവദിച്ചിട്ടുള്ള ഘട്ടങ്ങൾ. അപ്പോൾ അത് ബൈബിൾ സ്റ്റഡി മെത്തഡോളജിയിൽ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഇതിനു വേണ്ടി പലരും സ്വീകരിച്ചൊരു നയം അലിഗറിയുടേതാണെങ്കിൽ, വാട്ട് ഈസ് അലിഗറി എന്ന് ഞാൻ പറഞ്ഞു. അലിഗറി എന്ന് പറഞ്ഞാൽ മെറ്റാഫറുകളെ, രൂപകങ്ങളെ, അലിഗറി ഈസ് ആൻ എക്സ്റ്റെൻഡഡ് മെറ്റാഫർ. മെറ്റാഫറുകളെ അതിൻ്റെ ഉള്ള അളവിനൊക്കെ അപ്പുറത്തിട്ട് വ്യാഖ്യാനിക്കുക. ഞാൻ അലിഗറിക്ക് രസവഹമായ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ എന്താ പറയുക, മൈക്കിൾ ആഞ്ചലോ ഉണ്ടല്ലോ. ആഞ്ചലോയെ കാണാൻ ഒരുപറ്റ ആളുകൾ വന്നു. ആഞ്ചലോയെ കാണാൻ വരുന്ന ആളുകളുടെ അരികിൽ ആഞ്ചലോ ഉച്ചഭക്ഷണത്തിന് മറ്റേ പോയപ്പോൾ ഈ കൂട്ടുകാരെല്ലാം കൂടെ വന്നു. അപ്പോൾ അദ്ദേഹം ഒരു ക്യാൻവാസിൽ എന്തോ ഇങ്ങനെ തൂത്തിരിക്കുന്നത് കണ്ടു. ഇത് കണ്ടിട്ട് ചിലർ പറയാൻ തുടങ്ങി, ആഞ്ചലോ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ഒരാൾ പറഞ്ഞു മനസ്സിലായി അതെന്താണ്. ഉടനെ പറഞ്ഞത് അനന്തമായ ആകാശത്തിൻ്റെ നീലിമയാണ് ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്യാൻവാസിൽ കാണുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു അത് ആകാശ നീലിമയല്ല, കടലാണ് ആഞ്ചലോ വരച്ചത്. അപ്പോൾ ഈ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരാൾ പറഞ്ഞു അതല്ല, അത് അന്തരീക്ഷത്തിൻ്റെ ശൂന്യതയെ ഈ രീതിയിലല്ലാതെ എങ്ങനെയാണ് പകർത്തുക, ശൂന്യതയെ പോലും പകർത്തുന്ന കരങ്ങളാണ് ആഞ്ചലോയുടേത് എന്ന് പറഞ്ഞു. അപ്പോൾ മൈക്കിൾ ആഞ്ചലോയുടെ വരയ്ക്ക് 3 വിധ ഭാഷ്യങ്ങൾ. ഒന്നാമത് പറഞ്ഞു അത് അനന്തമായ ആകാശ നീലിമ കാണിക്കുകയാണ്. മറ്റൊരാൾ പറഞ്ഞു അല്ല, കടലാണ്, അലകടലിനെ കാണിക്കുകയാണ്. അടുത്തൊരാൾ പറഞ്ഞു അതുമല്ല, അത് ശരിക്കും ഈ ശൂന്യതയുടെ, അന്തരീക്ഷത്തിൻ്റെ ശൂന്യത അതുപോലും ഹൃദിസ്ഥമാക്കാൻ കഴിയുന്ന ഒരു പുനർവായന, അത് സൃഷ്ടിക്കാൻ കഴിയുന്ന ആളാണ് ആഞ്ചലോ എന്ന് പറഞ്ഞു. അല്പം കഴിയുമ്പോഴേക്കും ആഞ്ചലോ അവിടെ വന്നു. മൈക്കിൾ ആഞ്ചലോ ചോദിച്ചു, ഓ ഫ്രണ്ട്സ്, നിങ്ങൾ എന്താണ് ഈ തർക്കിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അങ്ങ് വരച്ച ഈ ചിത്രം അങ്ങ് തന്നെ പറയൂ ഇതെന്താണ്. അപ്പോൾ ആഞ്ചലോ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒരാൾ പറഞ്ഞു ഞാൻ ഇന്നതാണ് പറഞ്ഞത്. അടുത്ത ആൾ പറഞ്ഞു ഞാനത് ആകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മറ്റൊരാൾ പറഞ്ഞു എനിക്ക് മനസ്സിലാക്കി അത് സമുദ്രമാണ്. അടുത്ത ആൾ പറഞ്ഞു അല്ലയോ ആഞ്ചലോ, അങ്ങ് പറയൂ, അങ്ങ് ശൂന്യതയ്ക്ക് പോലും ഒരു ദൃശ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതല്ലേ ഈ ക്യാൻവാസിൽ ആവിഷ്കരിച്ചത്. ആഞ്ചലോ പറഞ്ഞു ഇത് 3ഉമല്ല, ഞാൻ ഒരു ചിത്രം വരച്ച അനന്തരം എൻ്റെ കയ്യിലിരുന്ന ആ ബ്രഷ് കൊണ്ട് ആ ബ്രഷ് ഒന്ന് തുടച്ചത് മാത്രമാണ്. ഞാനതിന് 4മതൊരു വ്യാഖ്യാനം പറയാം. തുടച്ചത് ആഞ്ചലോയാണെങ്കിൽ അതിനുമുണ്ടൊരു ഭംഗി എന്ന് ഞാൻ എൻ്റെ ഒരു വ്യാഖ്യാനം പറയുക. അതിന് ഇത്തരത്തിലൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ അങ്ങനെയാണ് ഇൻറ്റൻഡഡ് മീനിങ്ങിന്, ഓതറ ഇൻറ്റൻറ്റ് ചെയ്യുന്ന മീനിങ്ങുകൾക്ക് അപ്പുറത്തേക്ക് പോയിട്ട് കാര്യങ്ങളെ പറയുക. അതൊരു അച്ചടക്കമില്ലാത്ത പോക്കാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അതവിടെ നിർത്താം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉത്തമഗീതത്തോട് അവലംബിക്കേണ്ട വ്യാഖ്യാന ശൈലി അലിഗറി അല്ല എന്നുകൂടി മനസ്സിലാക്കിയിരിക്കണം. അലിഗറി അല്ലെങ്കിൽ പിന്നെന്താ, ലിറ്ററലാണ് അടുത്തൊരു സങ്കേതം.
ലിറ്റർ ലിറ്റർ കുറേ കൾട്ടിക്ക് കൂടിയാണ്. എന്താണ് ലിറ്റർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ കാണുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ എടുക്കുക. അക്ഷരാർത്ഥമുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഇത് ഒരുപക്ഷെ അന്ന് നിലനിന്നിരുന്ന പലതരം പ്രണയങ്ങളെക്കുറിച്ച് ചുമ്മാതെഴുതിയൊരു കാര്യം ആണോ എന്ന ഒരു ആശങ്കയാണ് ചിലർ ഉന്നയിച്ചത്. കൾട്ടിക്ക് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. അക്ഷരാർത്ഥം തന്നെ എടുക്കാൻ പറ്റിയ ഒന്നല്ല. ഏത് കാര്യത്തിനും അക്ഷരാർത്ഥമുണ്ട്, ഇല്ലാതെ ഇല്ല. പക്ഷേ അതിൽ ഹിഡൻ മീനിങ് ആണ് സ്പിരിച്വലി നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ കൾട്ടിക്ക് അല്ലെങ്കിൽ ലിറ്ററൽ എന്ന് പറയുന്ന രണ്ടാമത്തെ സങ്കേതവും 100% സ്വീകരിക്കാവുന്നതല്ല. ഇനി മൂന്നാമതൊരു സങ്കേതമുണ്ട്. അത് ഡ്രാമാറ്റിക്കാണ്, അത് സിംബോളിക്കാണ്. സിംബോളിക് എന്ന് പറയുന്നത് അലിഗറിക്കും ലിറ്ററിന് തീരും, അലിഗറുടെ നേരെ ഓപ്പോസിറ്റാണ് ലിറ്ററൽ. എന്നാൽ സിംബോളിക് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു പ്രതീകം, ആ പ്രതീകം ഒരാശയത്തെ ചിത്രീകരിക്കുക. ഉദാഹരണം, മത്സ്യം കണ്ടു കഴിഞ്ഞാൽ അത് സ്ഥിരമായ ഒരു ആശയത്തെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിന് മാറ്റം ഉണ്ടാകത്തില്ല. മത്സ്യം ആത്മാക്കളെ സൂചിപ്പിക്കും, അതാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് എബ്രായ കാവ്യശൈലിയിലൊക്കെ ഉള്ള കാര്യം തന്നെയാണ്, ഇല്ലാത്തതല്ല. പക്ഷേ ഇവിടെ ഇതുമെടുത്താൽ ചേരാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല എന്താണ്? ഡ്രാമാറ്റിക്കാണ്. ഉത്തമഗീതം ഡ്രാമാറ്റിക്കാണ്. ഡ്രാമാറ്റിക് എന്ന് പറഞ്ഞാൽ നാടകീയമാണ്. നാടകീയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നിങ്ങളും ഞാനൊക്കെ കണ്ടിരിക്കുന്ന ഒരു നാടകം എന്ന ബോധം വരരുത്. ഞാൻ നാടകം അടിസ്ഥാനപരമായി പഠിക്കാൻ അവസരം കിട്ടിയ ആളും പണ്ട് ഈ ഡ്രാമയ്ക്ക് മാർക്കിടാനൊക്കെ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞതല്ല, അതേക്കുറിച്ച് ഒരു ഗ്രാഹ്യം എനിക്കുണ്ട് എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ നാടകം എന്ന് പറയുമ്പോൾ ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഒരു സ്റ്റേജിനെ നമ്മൾ ഒരു സ്റ്റേജിൻ്റെ ചതുരം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ആ സ്റ്റേജിനെ നിങ്ങൾ മൂന്നായിട്ടൊന്ന് വിഭജിക്കുക, മനസ്സുകൊണ്ട് മൂന്നായിട്ടൊന്ന് വിഭജിക്കുക. മൂന്നായിട്ട് വിഭജിച്ചിട്ട് അതിൻ്റെ മുന്നരം കൊണ്ട്, നടുവരം കൊണ്ട്, പിന്നരം കൊണ്ട് അത് 9 കളങ്ങളാക്കി മാറ്റണം. സ്റ്റേജിനെ ഇങ്ങനെ 3 ആക്കണം, ഇങ്ങനെ 3 വര ഇടണം മനസ്സുകൊണ്ട്. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ മുമ്പിലൊരു 3 കളം, നടുക്കൊരു 3 കളം, പിന്നിലൊരു 3 കളം. അതിന് പറയാവുന്നതാണ് മുന്നരങ്ങ്, നടുവരങ്ങ്, പിന്നരങ്ങ്. അപ്പോൾ ഇനി നമുക്ക് ഉത്തമത്തിലേക്ക് കിടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മുന്നരം കൊണ്ട്, നടുവരം കൊണ്ട്, പിന്നരം കൊണ്ട്. അപ്പോൾ ഞാനൊരു ഡ്രാമ മാർക്കിടാൻ പോവാണ് എന്ന് വിചാരിക്കുക, ഞാൻ തൊട്ട് ഫ്രണ്ട് ഇരിക്കുക. ആ സമയത്ത് ഒരു നാടകത്തിലെ പ്രധാന കഥാപാത്രമുണ്ട്, ഒരു രാജാവ്. രാജാവ് ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്യേണ്ട സ്ഥലമുണ്ട്. അയാൾക്ക് നടുവരങ്ങും അതിൻ്റെ ആ പരിസരത്തേ പോകാൻ അനുവാദമുള്ളൂ. അയാൾ പിന്നരങ്ങിൽ നിന്ന് പറയുകയും തൻ്റെ സേവകൻ മുന്നരങ്ങിൽ കയറുകയും ചെയ്താൽ വിധികർത്താവ് എന്നുള്ള നിലയിൽ ഞാനിവിടെ ഫൗൾ എഴുതും. പക്ഷേ നിങ്ങളത് കണ്ട് കൈയടിക്കും, ഓഡിയൻസ് കൈയടിക്കും. കാരണം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ജഡ്ജ് പഠിച്ച തിയറി അനുസരിച്ച് ജഡ്ജിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം രാജാവ് പ്രധാനിയാണ്, അദ്ദേഹം ഡയലോഗ് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്, അത് ചെറിയ സ്വാതന്ത്ര്യമുണ്ട്. അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അദ്ദേഹം അനിയന്ത്രിതമായി കയറി കഴിഞ്ഞാൽ, മാത്രമല്ല നാച്ചുറൽ അല്ലാതെ ഇവിടെ ആക്ട് ചെയ്യാനും പാടില്ല. വന്നു കഴിഞ്ഞാൽ ഫൗൾ 1. ഇനി ഒരു കാര്യം, ഈ സ്ഥലങ്ങളിൽ ഈ ലൈറ്റൊക്കെ അടിക്കും ആൾക്കാർ. ഈ ലൈറ്റ് അടിക്കുമ്പോൾ ലൈറ്റിനും ചില നിയമങ്ങളുണ്ട്. ഗൗരവമുള്ള ഒരു ഡയലോഗാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തതെങ്കിൽ റെഡ് കളറാണ് അന്നേരം അടിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾ ശൃംഗാരമാണ് അവതരിപ്പിച്ചതെങ്കിൽ പച്ചയാണ് അപ്പോൾ അടിക്കേണ്ടത്. അപ്പോൾ ബ്രൈറ്റ് അടിക്കേണ്ട രംഗമുണ്ട്, ശൃംഗാരത്തിനുള്ളതുണ്ട്. അങ്ങനെ നവരസ പ്രാധാന്യമുള്ളൊരു കലയാണത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ സ്കൂൾ നാടകങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന അച്ഛാ മക എന്നൊക്കെ വിളിക്കുന്ന ഈ കെട്ടിപ്പിടുത്തവും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളത് കണ്ട് ആസ്വദിക്കും, ഒടുവിൽ അത് തോറ്റുപോയി കഴിയുമ്പോഴേക്കും നിങ്ങളെന്ത് പറയും? കണ്ടോ, ആ ജഡ്ജിന് വിവരമില്ല, അയാൾ മാർക്കിട്ട കണ്ടോ. പക്ഷേ എന്താ കാര്യം എന്നറിയില്ല, ശൃംഗാരം അഭിനയിച്ചിട്ട് ഇവൻ റെഡ് കളറായിരിക്കും ലൈറ്റ് ഇട്ടത്, കിട്ടിയൊരു ലൈറ്റും കിട്ടും. അതുപോലെ വീരം അഭിനയിക്കുമ്പോഴാണ് നമ്മൾ ഈ എന്താ പറയുക റെഡ് കളർ ഇടേണ്ടത്. വീരത്തിനാണ് റെഡ് കളർ ഇടേണ്ടതെങ്കിൽ ശൃംഗാരത്തിന് പച്ചയാണ് ഇടേണ്ടത്. ഇനി സ്വാന്തനപ്പെടുത്തുന്ന ഘട്ടമുണ്ട്, ദുഃഖത്തിൻ്റെയൊക്കെ ഘട്ടമുണ്ട്. ആ സമയത്ത് മഞ്ഞയാണ് അടിക്കേണ്ടത്. ഇത് മാറിപ്പോയി കഴിഞ്ഞാലുള്ള സ്ഥിതി ആലോചിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ജഡ്ജ് ആ തിയറി പഠിച്ചിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് ഉത്തമഗീതത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രാമ കാണാം. ഞാനല്ല ഇത് ഡ്രാമയാണെന്ന്, ഡ്രാമാറ്റിക് ആണെന്ന് പറഞ്ഞു വെച്ചത്. സത്യത്തിൽ നമുക്കറിയാൻ പറ്റുന്നുണ്ട്, ഇത് ഇവാൾഡ് എന്ന് പറയുന്ന ഒരു ചിന്തകനാണ് ഇത്തരത്തിലൊരു വ്യാഖ്യാന സംഗീതം സത്യത്തിൽ കൊണ്ടുവരുന്നത്. ഇവാൾഡിൻ്റെ ആ ചിന്ത അനുസരിച്ച് ഇതിന് 3 തരത്തിലുള്ള 3 പേഴ്സൺസിനെ അദ്ദേഹം ഇതിൽ കാണുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ തിയറി കൊണ്ടുവന്നത്. ഷെപ്പേർഡ് തിയറി എന്നും പറയും ഇവാൾഡിൻ്റെ ഈ തിയറിക്ക്. അതെന്താണെന്ന് പറയാം. അദ്ദേഹം പറയുന്നു, ഈ ഉത്തമഗീതത്തിൽ 3 തരത്തിൽപ്പെട്ട കഥാപാത്രങ്ങൾ. 1 നറേറ്ററാകുന്ന സോളമൻ, 2 ഇതിൽ ഈ കാന്ത, അദ്ദേഹം പ്രണയിച്ച, അദ്ദേഹം ഇഷ്ടപ്പെട്ട ഈ പെൺകുട്ടി, 3 ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ കാമുകനായ ഒരു ആട്ടിടയൻ. ഇങ്ങനെ 3 പേരെയാണ് അദ്ദേഹം കാണുന്നത്. എന്നാൽ അതിനു മുമ്പ് വരെ നിലനിന്നിരുന്ന വാദമനുസരിച്ച് ഈ കവിതയിൽ 2 കഥാപാത്രങ്ങളെ കണ്ടിരുന്നുള്ളൂ. എന്താണ് ആ 2 കഥാപാത്രങ്ങൾ എന്ന് പറയാൻ കാരണം? ഒരാൾ സോളമനും മറ്റൊന്ന് ഈ പെൺകുട്ടിയുമാണ്. ഈ പെൺകുട്ടിയും ഈ സോളമനുമാണ് തമ്മിലുള്ള പ്രണയാർദ്രതയാണ് അതുവരെ ഉണ്ടായിരുന്ന പ്രമേയം. എന്നാൽ പിൽക്കാലത്ത് അതിന് മാറ്റമുണ്ടായി. അപ്പോൾ സൂക്ഷ്മാംശങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായി
ഈ സോളമനോട് ഈ പെൺകുട്ടിക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല, ഒരു താല്പര്യമില്ല. സോളമൻ അവളോട് വലിയ സ്നേഹമാണ്, വലിയ താല്പര്യമാണ്. പക്ഷേ അവളുടെ ആ ജീവിത പശ്ചാത്തലത്തിൽ സോളമനെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു പ്രണയം അവൾക്കുണ്ട്. ആ പ്രണയത്തിൻ്റെ കാരണഭൂതൻ ഒരു ആട്ടിടയനാണ്. ആട്ടിടയനോട് കാണിക്കുന്ന തൻ്റെ സ്നേഹവും തൻ്റെ പ്രതിബദ്ധതയും തന്നിൽ നിന്ന് അകറ്റി മാറ്റാൻ വേണ്ടിയിട്ട് സോളമൻ ശ്രമിക്കുന്നു. ആ സോളമനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കാതനോടൊപ്പം ജീവിക്കാനുള്ള അവളുടെ ഉറപ്പിൽ അവൾ പിടിച്ചു നിൽക്കുന്നു. ഇതാണ് ഈ കഥയിൽ ഇവാൾഡ് കൊണ്ടുവരുന്ന തത്വം. ഏതാണ്ട് ഞാൻ ഇവാൾഡിൻ്റെ തത്വത്തോട് തന്നെയാണ് ഈ കൃതിയുടെ കിടപ്പ് കൊണ്ട് യോജിക്കുന്നത്. നമുക്ക് അതിലേക്ക് ഒന്ന് വരാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് കരുതുന്നത്. മുഷിയുന്നുണ്ടെങ്കിൽ അതും പറയണം, ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. മനസ്സിലാകുന്നില്ലെങ്കിൽ അതുകൂടി പറയണം. ഏതായാലും നമുക്ക് ആ തിയറി ഒന്ന് പരിശോധിച്ച് പോകാം, ആ രീതി ഒന്ന് പരിശോധിച്ച് പോകാം. സത്യത്തിൽ സോളമൻ അല്ല എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. അതിലേക്ക് വരും മുമ്പ് നമുക്ക് ഇതിൽ ഈ പെൺകുട്ടിയെക്കുറിച്ചൊന്ന് പറയാനായിട്ടുണ്ട്. ഈ പെൺകുട്ടി ജീവിച്ചിരുന്നത് ശൂനേം എന്ന് പേരായിട്ടുള്ള ഇസാക്കാർ ഗോത്രത്തിൻ്റെ അവകാശ ഭൂമിയിലായിരുന്നു. ഇസാക്കാർ ഗോത്രത്തിൻ്റെ അവകാശ ഭൂമി. ഇസാക്കാർ അസ്ഥിബലമുള്ള കഴുത എന്നൊരു പ്രയോഗം നമ്മൾ ഉൽപ്പത്തി 50-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇസാക്കാർ അസ്ഥിബലമുള്ള കഴുത. യഹൂദയാകട്ടെ അവൻ ഒരു ബാലസിംഹം. യഹൂദയെക്കുറിച്ച് പറയുന്നത് ബാലസിംഹം എന്നാണ്. യഹൂദയെക്കുറിച്ച് ബാലസിംഹം എന്ന് പറയുമ്പോൾ തന്നെ ബാലസിംഹം ആകുന്ന യഹൂദ. അപ്പോൾ ഇസാക്കാർ എന്ന് പറയുന്നത് താരതമ്യേന പ്രാകൃതമായ ഇടങ്ങളിൽ പാർത്ത ഒരു ഗോത്രം എന്ന അർത്ഥത്തിൽ അതിലെടുത്താൽ മതി. അസ്ഥിബലമുള്ള കഴുത എന്നൊക്കെ പറയുന്നത് കൊണ്ട്. അപ്പോൾ ഇവർക്ക് ഇന്നും വിഭജിച്ചു കൊടുത്ത ഭൂമി ഇസ്രായേൽ മക്കൾക്ക് ആ സ്ഥലങ്ങളൊക്കെ ഇന്നും അതുപോലെ തന്നെ അടയാളപ്പെടുത്തി അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിൽ ജീവിച്ചു വന്ന ഒരു കൊച്ചു പെൺകുട്ടി, ഈ പെൺകുട്ടിയുടെ സഹോദരന്മാരെക്കുറിച്ചും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അവരാണ് അവരുടെ റിലേറ്റീവായിട്ട് കാണുന്നത്. അപ്പനോ അമ്മയോ ഈ പെൺകുട്ടിക്കുള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. അവളുടെ ഉള്ള റിലേറ്റീവ്സിൽ ഇവരെ കാണുന്നുള്ളൂ. ചിലരത് തത്വമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും കാണുന്നില്ല, അതുകൊണ്ട് തിന്നാളാണ്. അപ്പനും അമ്മയും പരാമർശിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ പറയാം ഒരു സംഭവം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിലേക്ക് നമുക്കൊന്ന് വരാം. ഇവൻ്റെ ഒരു ഫ്ലാറ്ററി വേർഡാണ്. ഇതെന്താന്ന് നോക്കിക്കേ, 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 7-ാം വാക്യം. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ്റെ ഉള്ളിൽ മാതളപ്പഴത്തിൻ്റെ ഖണ്ഡം പോലെ ഇരിക്കുന്നു. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരുണ്ടല്ലോ. ഇത് അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതത്തിൻ്റെയൊക്കെ ആദ്യ കാലയളവാണ്. അപ്പോൾ തന്നെ ഇത്രയും പേരായി. ആകെ 10,000 പേരോളം അദ്ദേഹത്തിന് പത്നിമാരുണ്ട്. അത് തുടക്കത്തിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവൾ തന്നെ പറയുന്ന ചില വേദനാജനകമായ സംഭവങ്ങൾ 8-5 കാണുകയാണ്. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോൾ ഇവർ ആൾ. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അവിടെ വച്ചല്ലോ നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ചത്, അവിടെ വച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, നാരകം എന്നൊരു പ്രയോഗം ശരിക്കും ആപ്പിൾ ട്രീ ആണ്, അങ്ങനെ കാണാവൂ. അല്ല നമ്മൾ ഈ കാണുന്ന നാരകവും അതിന് ആളുകൾ മുള്ളും ഒക്കെ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് പ്രസംഗം പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ തെറ്റായ രീതി തന്നെയാണ്. ആപ്പിൾ ട്രീയുടെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അവിടെ വച്ചല്ലോ നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ചത്, അവിടെ വച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. അപ്പോൾ സലോമൻ്റെ വാക്കാണ്, എന്നെ ഒരു മുദ്രമോതിരമായി നിൻ്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. അപ്പോൾ ഈ ഭാഗം ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ 8-ാം അധ്യായത്തിൽ നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട്, അവൾക്ക് സ്തനങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന ആളിൽ നാം അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും? അപ്പോൾ ഇത് സഹോദരന്മാർ തന്നെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. ഇവരുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അമ്മ അവളെ പ്രസവിച്ചിട്ട് അവൾക്ക് ഭവിച്ച ഒരു അനാഥത്വം കൊണ്ട് അമ്മ ഇല്ലായിരുന്നു എന്ന ചെറിയൊരു സൂചന വേണമെങ്കിൽ നമുക്കിവിടെ എടുക്കാം. പക്ഷേ അത് ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു കവിതയാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ സഹോദരന്മാർ പറയുകയാണ്, നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട്. അപ്പോൾ ഈ പെങ്ങൾക്ക് പ്രായമായില്ല എന്നതിന് അർത്ഥമുള്ളൂ, അല്ല ഇതിന് വേറെ അർത്ഥമല്ല ഇവിടെ കൊടുക്കുന്നത്. അവൾക്ക് പക്വത വന്നിട്ടില്ല, അവൾ മുതിർന്ന കുട്ടിയായില്ല. അതിനകത്ത് എന്താണ് ലജ്ജാകരമായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. 2 സഹോദരങ്ങൾ ചേർന്നിട്ട് പറയാണ് അവൾ വളർന്നിട്ടില്ല. അപ്പം നമ്മുടെ സ്വാഭാവിക സംഭാഷണത്തിൽ ഒരു വീട്ടിൽ പറയുന്ന കാര്യത്തെ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇതിലെന്താണ് അശ്ലീലം എനിക്കറിയില്ല. അപ്പോൾ അശ്ലീലമായി കാണേണ്ട ഒരു പദമാണോ അത്? എനിക്കങ്ങനെ തോന്നുന്നില്ല. അവൾക്ക് സഹോദരന്മാർ പറയാണ്, അവൾക്ക് സ്തനങ്ങൾ വന്നിട്ടില്ല, അവൾ പക്വമതിയായില്ല, അവൾ ഒരു പൂർണ്ണ സ്ത്രീയായിട്ടില്ല എന്ന് ഇവർ പറയുമ്പോൾ അവൾ പറയാണ്, നാം അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും? അവളൊരു മതിലെങ്കിൽ അതിന്മേൽ വെള്ളിമകുടം പണിയാമായിരുന്നു, അത്രമാത്രം കെയർ ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. സഹോദരന്മാർ പറയാണ്, അവൾക്ക് എന്തും ചെയ്യാൻ നമുക്ക് മനസ്സാണ്. അവളൊരു മതിലെങ്കിൽ അതിന്മേൽ ഒരു വെള്ളിമകുടം പണിയാമായിരുന്നു, ഒരു വാതിലെങ്കിൽ ദേവദാരു പലക കൊണ്ട് അടയ്ക്കാമായിരുന്നു.
വി ആർ വില്ലിങ് ടു പ്രൊട്ടക്ട് ഹിം. ഒരു സഹോദരൻ എന്ന എൻ്റെ കടപ്പാട് ഞാൻ നിർവഹിക്കാമായിരുന്നു. ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അവൾ പറയാണ്, ഞാൻ മതിലും എൻ്റെ സ്ഥലങ്ങൾ ഗോപുരങ്ങൾ പോലെയുമായിരുന്നു എന്ന് പറഞ്ഞാൽ താൻ പക്വതയായി കഴിഞ്ഞു, താൻ വലിയൊരു കുട്ടിയായി, തനിക്കറിയാം. പക്ഷേ അത് സഹോദരന്മാർ അംഗീകരിച്ച് തരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ വാക്കുകൾ കൊണ്ട് അവൾ ഇവരെ സന്തോഷിപ്പിച്ച് നിർത്തുന്നു എന്നതിലുപരി ഇവളെക്കുറിച്ചൊരു ചിന്തയില്ല, ഒന്നും ധരിക്കുന്നില്ല. ഇതാണ് അവളുടെ പരിഭവം. അപ്പോൾ ഇവൾക്കൊരു ഇടയ കാമുകനുണ്ട്. ആ കാമുകനിലാണ് തൻ്റെ ഹൃദയം. ആ കാമുകന് വേണ്ടി ഒരു മുദ്രമോതിരമായി തന്നെ ഹൃദയത്തിലാക്കി വെക്കാൻ കാമുകനോട് അപേക്ഷിക്കുകയാണ്. തൻ്റെ ഇടയച്ചെറുക്കനായ ആ പ്രിയപ്പെട്ടവനോട് അപേക്ഷിക്കുകയാണ്. മുദ്രമോതിരം എന്തിനാണെന്ന് ഞാൻ എൻ്റെ മുമ്പുള്ള ലൈവുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ ഒരു വിവാഹ നിശ്ചയം ചെയ്യുമ്പോൾ സ്വന്തം പേരെഴുതിയൊരു മോതിരം തൻ്റെ ആ കാന്തന് താനും തനിക്ക് അദ്ദേഹവും തിരിച്ചിടുന്ന പതിവുണ്ട്. മുദ്രമോതിരത്തിൽ ചുംബിച്ചാൽ അതിൻ്റെ അർത്ഥം കാന്തയെ ചുംബിക്കുന്നു എന്നാണ്. അപ്പോൾ ആ വിധത്തിൽ അവർ രണ്ടിടത്ത് കഴിയുകയാണ്. ഇങ്ങനെ കരുതണം. ഇതാണ് ഘട്ടം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പെൺകുട്ടിയോട് അനുരക്തനായിത്തീരുന്ന ഇഷ്ടപ്പെടുന്ന സോളമൻ ഇവളുടെ ഈ പ്രണയമൊന്നും അറിയാതെ, ഇനി അറിഞ്ഞെങ്കിലും സോളമനെ ബാധിക്കില്ല. ബിക്കോസ് ഈസ് കിങ്, അവൻ രാജാവാണ്. കൽപ്പന കൊടുത്താൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിയെ സോളമൻ തൻ്റെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് അനുമാനിക്കാൻ പാകത്തിനുള്ള ചില വാക്യങ്ങളോടെയാണ് ഉത്തമഗീതം തുടങ്ങുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. പ്രണയബദ്ധരായിട്ട് താനും ഒരു ആട്ടിടയനും, ആ ആട്ടിടയനെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ഈ ആട്ടിടയനോടുള്ള സ്നേഹം അറിഞ്ഞോ അറിയാതെയോ എന്നൊരു ചോദ്യം പോലും ഇല്ല. ബിക്കോസ് രാജാവ് കൽപ്പിച്ചാൽ വന്നേ പറ്റുള്ളൂ. അപ്പോൾ രാജാവ് അവളെ കൊണ്ടുവരുന്നു. പക്ഷെ ഭയചകിതയായ ആ പെൺകുട്ടിയെ രാജാവ് വശപ്പെടുത്തി തൻ്റെ പത്നിയാക്കി ബലം പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ബുദ്ധിമാനായ സോളമൻ മനസ്സിലാക്കുന്നു. ആ പെൺകുട്ടിയോട് ബലം പ്രയോഗിച്ച് തൻ്റെ പത്നിയാക്കുന്നതിനേക്കാൾ സോളമനോട് പ്രേമം തോന്നുന്ന വിധത്തിൽ അവൾ ആയിത്തീരുന്നെങ്കിലേ അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ തനിക്ക് സാധിക്കുകയുള്ളൂ, തൻ്റെ യഥാർത്ഥ പത്നിയായിട്ട് അവർ മാറുകയുള്ളൂ. അതുകൊണ്ട് ആ പെൺകുട്ടിയെ അങ്ങനെ കൊണ്ടുവരണം. അവൾ പറയാണ്, ഞാൻ ഇരുണ്ടവൾ, ശരിക്കും കറുപ്പ് എന്നർത്ഥത്തിലല്ല, ശ്യാമനിറം പറ്റിയിരിക്കുന്നു തനിക്ക്. അപ്പോൾ ഈ പെൺകുട്ടി കറുത്ത ഒരു പെൺകുട്ടിയാണ്. ആ കറുത്ത പെൺകുട്ടിയോട് സുന്ദരനായ സോളമന് തോന്നുന്ന ആ സ്നേഹത്തിൻ്റെ വാഗ്ദാനം വളരെ വലുതാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. വലിയൊരു വാഗ്ദാനം. ആ വാഗ്ദാനം കൊടുത്തിട്ട് തിരസ്കരിക്കുന്ന ഈ പെണ്ണ്, താല്പര്യമില്ല എന്ന് കാണിക്കുന്നൊരു പെണ്ണ്, താല്പര്യമില്ലെന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷെങ്കിൽ ആ താല്പര്യക്കേട് കാട്ടുന്ന പെണ്ണിനെ എങ്ങനെ തനിക്ക് അനുകൂലമാക്കി വശീകരിച്ചെടുക്കാം. അത് വശീകരിക്കുക എന്നൊരു പദം ഇന്നത്തെ അർത്ഥത്തിൽ എടുക്കണ്ട. തന്നിലേക്ക് അവളുടെ പ്രേമം എങ്ങനെ കൊണ്ടുവരാം, ഇതിന് സോളമൻ അവളെ കൊണ്ടുവന്ന് തൻ്റെ അന്തഃപുരത്തിലാക്കുന്നു. ഇവിടെ നിന്നാണ് ഉത്തമഗീത ആരംഭിക്കുന്നത്. എന്നിട്ട് ആദ്യ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിൻ്റെ പ്രേമം വീഞ്ഞിലും രസകരമായിരിക്കുന്നു, നിൻ്റെ തൈലം സൗരഭ്യമായത്, നിൻ്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു, നിൻ്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോകാം. ഇത് ഇവൾ അവിടെ കിടന്ന് പറയുന്ന മനോഗതമാണ്, സോളിലോക്കിയാണ്. ഉള്ളിൽ തന്നോട് തന്നെ പറയുന്ന വാക്കുകളോടെ ഈ നാടകം ആരംഭിക്കുന്നു. നാടകീയമായി ലിറ്ററൽ സംഭവത്തെ ഞാൻ ആവിഷ്കരിക്കുന്നുള്ളൂ. അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കട്ടെ. രാജാവ് എന്നെ പള്ളിയറകളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നിൻ്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും, നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. അപ്പോൾ ഇവൾ പറയുക, രാജാവേ, നിനക്ക് ചില ക്വാളിറ്റീസൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ എൻ്റെ ഉള്ളിലൊരു മറ്റൊരു പുരുഷനുണ്ട് എന്ന് അവൾ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് തൻ്റെ ചുറ്റും ഒരുപറ്റം യുവസുന്ദരിമാരെ അണിയിച്ചൊരുക്കി ഇരുത്തിക്കൊണ്ട് ഈ തോഴിമാർ സോളമൻ്റെ ഗുണഗണങ്ങൾ അവളെ പാടി കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അർത്ഥത്തിലാണ് നമ്മളൊരു പാട്ട് പാടുന്നത്. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ എന്നൊരു പാട്ടുണ്ടല്ലോ, അത് നമ്മൾ പാടുന്നത് അങ്ങനെയാണ്. അവർ പാടുന്നതാണ്. അപ്പോൾ ആ പാടി പ്രിയൻ്റെ ഗുണഗണങ്ങളെല്ലാം ഇങ്ങനെ പാടി സോളമൻ ആരോ ആണ് എന്ന് പറഞ്ഞൊരു ബ്രെയിൻ വാഷിങ് വഴി, അത് നിസ്സാര കാര്യമല്ല. ഇത്രയും വലിയൊരു സോളമൻ നിനക്ക് പ്രണയം തരാൻ പോകുന്നു, നിന്നെ പ്രധാന പത്നിയായി സ്വീകരിക്കുന്നു. ഇതാണ് സങ്കല്പം. അപ്പോൾ അതിലേക്ക് ഇവളുടെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ആ ദൗത്യമാണ് ഈ സ്ത്രീകൾ ചെയ്യുന്നത്. മറുപടി, യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവൾ എങ്കിലും കേദാര കൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശീലകളെപ്പോലെയും അഴകുള്ളവൾ ആകുന്നു. എനിക്ക് ഇരുനിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറിച്ചു നോക്കരുത്. അപ്പോൾ സൗന്ദര്യ സങ്കല്പത്തിൽ ഈ സ്ത്രീകളെക്കാൾ ഇവൾ ഒത്തിരി താഴെയാണ് എന്ന ഒരു പ്രശ്നം കിടക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് സോളമൻ എന്നെ ഇഷ്ടപ്പെട്ടു, എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം? അത് സോളമൻ എന്ന ആളിൻ്റെ ആ സൗന്ദര്യ ദർശനത്തിൻ്റെ വ്യത്യസ്തതയാണ് അതിൻ്റെ കാരണം. സൗന്ദര്യം ഒരു വ്യത്യസ്തതയാണ്, അതിൻ്റെ ദർശനം ഒരു വ്യത്യസ്തതയാണ്.
എൻ്റെ സൗന്ദര്യ ദർശനമല്ല നിങ്ങളുടേത്, അതിൽ നിന്ന് വിഭിന്നമാണ് മറ്റൊരാളുടേത്. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പോകുമ്പോൾ കാണുന്ന നിങ്ങൾ പറയുകയാണ് ആ പെൺകുട്ടി, ആ മനുഷ്യൻ, ആ പുരുഷൻ അത്ര സുന്ദരനാണ്, ഇതുപോലൊരു വിരൂപയായ പെണ്ണിനെ. അവർ പക്ഷേ നല്ല മാനസിക പൊരുത്തത്തിലാണ്. തിരിച്ചും അല്ലെങ്കിൽ വിരൂപനായൊരു പുരുഷനൊപ്പം ഒരു സ്ത്രീ പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. വിരൂപനാകുന്നതും സുന്ദരനാകുന്നതും സുന്ദരിയാകുന്നതും എവിടെയാണ്? അത് സങ്കല്പങ്ങളിലാണ്. സൗന്ദര്യം അങ്ങനെയാണ്. അത് സോളമൻ എന്ന ജ്ഞാനിക്ക് ഈ പെൺകുട്ടിയെ സുന്ദരിയായി തോന്നുന്നു, പക്ഷേ അത് യെരുശലേം പുത്രിമാർക്ക് അത് തോന്നുന്നില്ല. അപ്പോൾ ശലോമോൻ ഇവളിൽ കണ്ട ആ മഹനീയത എന്ത്? അത് നമുക്ക് തുടർന്ന് അങ്ങോട്ട് ചിന്തിച്ചു വരാം. അപ്പോൾ ഇവർ പറയാണ്, സ്വയം അവൾ പറയാണ്, നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ സുന്ദരി അല്ലെന്ന് തോന്നുകയാണ്. പക്ഷേ അവൾ തന്നെ സ്വയം ചിന്തിക്കുകയാണ്, ഹാൻസം, ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്. ഈ ഒരു ബോധം അത് അതിരി വിടുന്നതൊരു തെറ്റാണ്. പക്ഷേ അത് ഒരാൾക്ക് കൊടുക്കുന്ന ആ വ്യക്തിത്വത്തിന് തനിക്ക് തന്നെ താൻ ബഹുമാനിക്കുകയാണ്. സ്വയം വിരൂപനം തോന്നുന്ന ഒരുവന് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയില്ല. സ്വയം സുന്ദരനെന്ന് തോന്നുന്ന അതിൽ വിട്ടൊരു നാർസിസം, തന്നെ പ്രേമിക്കുന്ന ഒരവസ്ഥ, നാർസിസം എന്നാണ് അതിനെ പറയുക. ഈ നാർസിസം രസകരമായൊരു കാര്യമാണ്. ഒരു സ്ത്രീ എപ്പോഴും തൻ്റെ പ്രതിമ ഒരു ജലാശയത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് താൻ സുന്ദരിയാണെന്ന് സ്വയം തോന്നി തന്നെ ആരാധിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനെ ആധാരമാക്കിയാണ് മനഃശാസ്ത്രജ്ഞന്മാർ നാർസിസം എന്നൊരു പദം ഉപയോഗിക്കാനായിട്ടിടയായി തീർന്നത്. ഇവളൊരു നാർസിസ്റ്റ് അല്ല, സ്വയം പുകഴ്ത്തുന്ന ഒരാളല്ല. പക്ഷേ അവൾക്ക് തൻ്റെ സൗന്ദര്യം അറിയാം, തൻ്റെ ക്വാളിറ്റി അറിയാം. തൻ്റെ ക്വാളിറ്റി അതിന് സുന്ദരിമാരുണ്ട്, പക്ഷേ നീ എന്തുകൊണ്ട് നിങ്ങളെ ആരെയും പ്രണയിക്കാതെ സോളമൻ എന്നെ തന്നെ പ്രണയിച്ചു? അതാണ് അവളുടെ ചോദ്യത്തിൻ്റെ വ്യംഗ്യാർത്ഥം. അപ്പോൾ ഇവർ തിരിച്ചു ചോദിക്കുന്ന കാര്യമാണ് 8-ാം അധ്യായത്തിൽ. സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് പിന്തുടർന്നു എന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. അപ്പോൾ തൻ്റെ പ്രാണപ്രിയൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ് ഇവിടെ കിടന്നുകൊണ്ട്. അപ്പോൾ ഇവരെ ധരിച്ചു വെച്ചത് സോളമനെ തന്നെയാകാം ഇവൾ ചിന്തിച്ചത്. സോളമനെ മാറ്റി ചിന്തിക്കേണ്ട കാര്യം ഇവൾക്കെന്ത് എന്നിങ്ങനെ ധരിക്കുകയാണ്. അപ്പോൾ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. 9-ാം വാക്യം, എൻ്റെ പ്രിയയെ ഫറവോൻ്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. വളരെ വിവാദം സൃഷ്ടിക്കുന്ന ചില വാക്യങ്ങളാണിത്. കാരണം നിങ്ങൾ കുതിരയെക്കുറിച്ച് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഉത്തമഗീതം തൊട്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ചിന്തകൾ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. എനിക്കെല്ലാം പറഞ്ഞു മുഴുമിപ്പിക്കാൻ സമയം പോരാ. കാരണം കുതിരയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് രാജാവിനെക്കുറിച്ച് പറയുന്ന രാജാവിൻ്റെ യോഗ്യത പറയുന്ന ഇടത്ത് പറയുകയാണ്, നിനക്ക് അനവധി കുതിര ഉണ്ടാകരുത്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. മാത്രമല്ല അങ്ങനെ തോന്നിയാൽ ജനം മിസ്രയീമിലേക്ക് മുന്തിയ കുതിരകളെ തിരക്കിപ്പോകും. അതാണ് സ്ഥിതി വരുന്നത്. അത് വരാതിരിക്കാൻ നിനക്ക് അനവധി കുതിരകൾ ഉണ്ടാകരുത്. ആ നിയമങ്ങളെല്ലാം ലംഘിക്കുന്ന ഒരാളായിട്ടാണ് സോളമനെ കാണുന്നത്. ബൈബിളിൽ കാണുന്ന അങ്ങനെ തന്നെയാണ്. സോളമനെക്കുറിച്ച് ഏറെ പറയാനുണ്ട് നമുക്ക്, മറ്റൊരു ഘട്ടത്തിലാകട്ടെ എന്നാണ് ഞാനിപ്പോൾ അത് ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് ചിന്തിച്ചു വരുമ്പോൾ പ്രിയനെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. എൻ്റെ പ്രിയൻ എനിക്ക് സ്തനങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻ കെട്ടുപോലെയാകുന്നു. സുഗന്ധം പുറപ്പെടുവിക്കാൻ വേണ്ടി സ്ത്രീകൾ അങ്ങനെയുള്ള സുഗന്ധ വസ്തുക്കൾ അവരുടെ വസ്ത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഇന്നത്തെ പെർഫ്യൂം എന്ന് കൂട്ടിയാൽ മതി. ഇതിലൊക്കെ എന്താണ് ആളുകൾ അശ്ലീലം കാണുന്നതെന്ന് എനിക്കറിയില്ല. പെർഫ്യൂമിന് പകരം ഉപയോഗിക്കുന്ന നാർഡ് എന്ന സുഗന്ധം, അതാണ് നാർഡ്, NARD, നാർഡ്. മർക്കോസ് 14:3 നമ്മൾ കാണുന്നുണ്ട്. ഇത് കർത്താവിന് കൊണ്ട് ഒരു പെൺകുട്ടി അത് കൊടുക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇത്തരം ജഡമാംസി കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയൻ എനിക്ക് മൈലാഞ്ചി എൻഗതി മുന്തിരിത്തോട്ടത്തിലെ മൈലാഞ്ചി പൂക്കുല കിടക്കുന്നു. ഇങ്ങനെ ഒത്തിരി വിശദീകരണങ്ങളെല്ലാം പറഞ്ഞിട്ട് താഴേക്ക് വരികയാണ്. വളരെ ഭംഗിയുള്ള ഒത്തിരി കാര്യങ്ങൾ. അതിനിടയ്ക്ക് തൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം അവൾ ഗ്രഹിച്ചിട്ട് തൻ്റെ ഗുണഗണങ്ങളും ശ്രേഷ്ഠതയും എല്ലാം കണ്ടു. തൻ്റെ ചേവകരെ കണ്ടു, തൻ്റെ ശലോമോൻ്റെ അന്തഃപുരം കണ്ടു, അവിടെയുള്ള എന്താ പറയുക ആകർഷണീയ ഘടകങ്ങളെ കണ്ടു. ഇതൊന്നും അവളെ ആകർഷിക്കുന്നില്ല. തൻ്റെ ഇതിലെല്ലാം ഉപരി ശലോമോൻ ഇവൾക്ക് വാഗ്ദത്തം ചെയ്യുന്ന ഒരു സ്ഥലം കൂടി കേൾക്കുക. 11-ാം വാക്യം, 8:11. ശലോമോന് ബാൽഹമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിൻ്റെ പാട്ടമായിട്ട് ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. ഇത്രയും പ്രതാപം കാട്ടിത്തരിക, 1000 പണം വീതം. അതായത് ഒരു പുരുഷൻ്റെ ഒരു വർഷത്തെ കൂലിയാണ് 200 നാണയം. നോക്കണം, 200 നാണയം ഒരു പുരുഷൻ്റെ ഒരു വർഷത്തെ കൂലി. 1000 പാട്ടത്തിന് കിട്ടുന്നതാണ് 200 പണം, 1000 പാട്ടം. അപ്പോൾ 200 ഫലം കാക്കുന്നവർക്ക് 200 ഇരിക്കട്ടെ. സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കൈവശം ഇരിക്കുന്നു. അതിൻ്റെ പാട്ടമായിട്ട് ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. ഒരു പുരുഷന് ഒരു വർഷം കിട്ടാവുന്ന കൂലി 200 നാണയമാണ്. 200 ദിനാറിയൂസ് എന്ന് ഗ്രീക്കിൽ കാണുന്നു. ഇതാണ് 200 നാണയം നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നൊരു ഭാഗം. നിങ്ങൾ 5 അപ്പവും 2 മീനും കൊണ്ടുള്ള ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു വന്നത് ഈ ഭാഗത്ത് ഇതെല്ലാം ഇത്രയും പ്രതാപം കാണിക്കുമ്പോൾ ഈ പെൺകുട്ടി തിരിച്ചു പറയുന്നൊരു ഭാഗം നോക്കിയേ. 1000 പണം വീതം പാട്ടം വാങ്ങുന്ന മുന്തിരിത്തോട്ടം തൻ്റെ പക്കലുണ്ട്. പക്ഷെ തനിക്ക് തിരിച്ചു പറയുന്ന ഭാഗം നോക്കുക,
ശലോമോനെ നിനക്കായിരവും ഫലം കാക്കുന്നവർക്ക് 200 ഇരിക്കട്ടെ. പക്ഷെ എനിക്കത് വേണ്ട. എനിക്ക് നിൻ്റെ വാഗ്ദത്തങ്ങളെ വേണ്ട. തൻ്റെ വാഗ്ദത്തങ്ങളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് തൻ്റെ ആട്ടിടക ചെറുക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മളിതിൽ കാണുന്നത്. പിന്നെയും 5:7 വായിക്കുമ്പോൾ, നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, അവർ എന്നെ അടിച്ചു, അവർ മുറിവേൽപ്പിച്ചു, അവർ എൻ്റെ മൂടുപടം എടുത്തു കളഞ്ഞു. അപ്പോൾ ഞാനെന്തിനാണ് ഇത് പറഞ്ഞെന്നറിയണ്ടേ? ഈ ഭാഗം പരിശോധിക്കുമ്പോൾ ഇവൾ അന്തഃപുരത്തുനിന്ന് പുറത്തു ചാടി തൻ്റെ പ്രാണപ്രിയനെ കാണാനുള്ള ആകാംക്ഷയിൽ പോകുന്നുണ്ട് ഈ സ്ഥലം വിട്ട്. അപ്പോൾ നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ അടിച്ചിട്ട് പ്രിയനിട്ട ആ മൂടുപടം, ഈ മൂടുപടം ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ ഇസ്രായേൽ മക്കൾ തുറക്കാറുള്ളൂ. അത്തരമൊരു മൂടുപടം തൻ്റെ തലയിലുണ്ട്. അത് നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയുടെ പ്രത്യേകതയാണ്. അത് കാവൽക്കാർ അതെടുത്ത് അടിച്ച് അവളെ ഉപദ്രവിക്കുന്ന ഭാഗമുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഈ പറയപ്പെട്ട പോലെ 3 പേർ ഈ കഥയിലുണ്ട് എന്ന സത്യമാണ്. ഇതിൽ ശലോമോൻ എന്ന നായകനുണ്ട്, ഇതിൽ ഉത്തമയുഗത്തിലെ നായികയുണ്ട്, ഇതിൽ അതുപോലെ തന്നെ ഒരു ഹിഡൻ കഥാപാത്രം, ഒരു ആട്ടിടയനായിട്ട് മൂന്നാമത് നിൽക്കുന്നുമുണ്ട്. ഈ 3 പേരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ വാൾഡിൻ്റെ പഠനമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്, ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു ചില, അത് ഞാൻ ഉത്തമയുഗം വ്യാഖ്യാനിക്കാനിരിക്കുകയല്ല, ഞാനിത് പലരെയും ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്കപ്പുറത്ത് ഇത് പഠിച്ച ചില സൗകര്യങ്ങൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവർക്കെല്ലാമായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇനിവേ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ചില നോട്ടുകൾ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത എല്ലാ നോട്ടുകളുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അടുത്തുള്ളൊരു പഠനം ഇത് സംബന്ധിച്ച് നമുക്ക് ആവശ്യമാണ്, പ്രസംഗങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഇതിനകത്തെ നായകനും നായികയും ആരാണ്? അവരെ സംബന്ധിച്ചോളം ഇത് കാണുന്നത് നാടകീയമായ ഒരു ബോധത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കഥയിലെ ഓൾഡ് ടെസ്റ്റമെൻ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ കഥയിൽ ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള സ്നേഹമാണ് അതിൽ അടിസ്ഥാനപരമായിട്ടുള്ളത്. പുതുനിയമത്തെ സംബന്ധിച്ചോളം ഇത് ക്രിസ്തുവും തൻ്റെ കാന്തയും തമ്മിലുള്ള സ്നേഹമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു ദൈവമകന് അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ കാന്തയെ അയാളെങ്ങനെ കാണണം, എന്താണ് അവർ തമ്മിലുള്ള പ്രണയം, അതും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് കാണിക്കുന്നത്. അപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അനുവദനീയമായ പ്രണയം, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അനുവദനീയ പ്രണയം ഒരിക്കലും പാപമായി ബൈബിൾ പറയുന്നില്ല. ബൈബിൾ അതിനെ പരിശുദ്ധമായി കാണുന്നു. ഇതിൻ്റെ ഉപമിച്ചിരിക്കുന്നത് ദൈവപിതാവ് നമ്മുടെ ഇസ്രായേൽ മക്കളെ സ്നേഹിച്ച ആ പ്രണയത്തോടും, പഴയ നിയമത്തിൽ തൻ്റെ മക്കളെ ദൈവം സ്നേഹിച്ച ആ പ്രണയത്തോടും, പുതുനിയമത്തിൽ ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ച ആ പ്രണയത്തോടും ഇന്ന് ഒരു കാന്തൻ തൻ്റെ കാന്തയെ അല്ലെ കാന്തനെ എങ്ങനെ പ്രണയിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിവക്ഷയായി ഉദാഹരണമായി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഉത്തമഗീതം നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിലും എടുക്കാം, ആത്മീയ അർത്ഥത്തിലും എടുക്കാം. അക്ഷരാർത്ഥമില്ലാതൊരിക്കലും ആത്മീയ അർത്ഥം ഉണ്ടാകുകയില്ലല്ലോ. കാന്തയെ എങ്ങനെ കാണണം, കാന്തനെ എങ്ങനെ കാണണം, ആ രതിസങ്കല്പങ്ങൾ, അതിൽ പറയുന്ന ചിന്താഗതികൾ, അതെല്ലാം അത് നൽകുന്ന പ്രചോദനങ്ങൾ, അത് തരുന്ന ആത്മീക ഉന്മേഷങ്ങൾ, ഇവയെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു പോകാനാണ് ഈ പുസ്തകം സത്യത്തിൽ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ബൈബിൾ വീണ്ടും പറഞ്ഞാൽ ഇങ്ങനെ ഉപസംഹരിക്കുന്നു, ബൈബിൾ ഒരിക്കലും ഒരു തരത്തിലുള്ള കുടുംബജീവിതത്തിൻ്റെ അകത്തെ പ്രണയത്തെ, ആർദ്രതയെ, ജീവിതത്തിൻ്റെ പങ്കിടലിനെ, ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ, സമ്പത്തിൻ്റെ ഒക്കെ പങ്കിടലിനെ പാപമായിട്ടല്ല അനുവദനീയമായി തന്നെ കാണുന്നു. അനുവദനീയമല്ലാത്ത അതിന് പുറത്തുള്ള ബന്ധങ്ങളെ ബൈബിൾ ഒരു വിധത്തിലും ന്യായീകരിക്കുന്നുമില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇന്ന് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഞാനിത് വീഡിയോ യൂട്യൂബിലും പോസ്റ്റ് ചെയ്യും. വീണ്ടും സംശയങ്ങൾ ഉരുത്തിരിഞ്ഞാൽ നമുക്കത് ചർച്ചയ്ക്കെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉള്ളടക്കത്തിലേക്ക് കടന്നില്ല, അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ഔട്ട്ലൈൻ ആവശ്യക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ സംക്ഷേപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്തമഗീതം ബൈബിളിലെ 22ാമത് പുസ്തകമാണ്. അത് തന്നെ രസാവഹമായൊരു കാര്യമുണ്ട്. ബൈബിളിലാകെ 66 പുസ്തകമാണ്. 22ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഉത്തമഗീതമാണ്. വീണ്ടും നിങ്ങൾ 22 എണ്ണുക, നിങ്ങളെത്തുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. വീണ്ടും നിങ്ങൾ 22 എണ്ണുക, നിങ്ങളെത്തുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നിങ്ങൾ ഉൽപ്പത്തി മുതൽ 22 എണ്ണിയാൽ നിങ്ങളെത്തുന്നത് ഉത്തമഗീതത്തിൽ. നിങ്ങൾ അവിടുന്ന് വീണ്ടും 22 എണ്ണുക, നിങ്ങളെത്തുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ. നിങ്ങൾ വീണ്ടും എണ്ണുക 22, നിങ്ങളെത്തുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ. അപ്പോൾ 22, 22, 22 66. നിങ്ങൾ എവിടേക്ക് എത്തി? നിങ്ങൾ ആദ്യം എത്തിയത് ഉത്തമഗീതത്തിൽ, രണ്ടാമതെത്തിയത് അപ്പോസ്തല പ്രവൃത്തിയിൽ, മൂന്നാമതെത്തിയത് വെളിപ്പാട് പുസ്തകത്തിൽ. ഈ 3 പുസ്തകങ്ങളെ വലിച്ചു പുറത്തെടുക്കുക, നിങ്ങൾക്ക് എന്ത് കാണാം? അപ്പോസ്തല പ്രവൃത്തിയിലെ പ്രമേയം എന്താ? സഭ. ഉത്തമഗീതത്തിലെ പ്രമേയം എന്താ? സഭ. അപ്പോസ്തല പ്രവൃത്തിയിലെ പ്രമേയം സഭ. വെളിപ്പാട് പുസ്തകത്തിലെ പ്രമേയം സഭ. ചുരുക്കത്തിൽ മറഞ്ഞിരുന്ന മർമ്മമായ കടുംതൂക്കയുടെ മറവിൽ മറഞ്ഞിരിക്കുന്ന പ്രാവായിട്ട് പഴയ നിയമത്തിൽ ഉത്തമഗീതത്തിൽ സഭ നിലകൊള്ളുമ്പോൾ വെളിപ്പെട്ടു വന്ന സഭയായിട്ട് അപ്പോസ്തല പ്രവൃത്തി കാണുന്നു. എടുക്കപ്പെടുന്ന, ഉൾപ്രാവണം പ്രാപിക്കുന്ന, ആ വെളിപ്പെട്ടു വരുന്ന സഭയായിട്ട്, എടുക്കപ്പെടുന്ന സഭയായിട്ട് വെളിപ്പാട് പുസ്തകം സഭയെ ചിത്രീകരിക്കുന്നു.
ഉത്തമഗീതത്തിൽ കാന്തൻ മറഞ്ഞിരിക്കുന്നവനാണ്, പ്രത്യക്ഷപ്പെട്ടു വരുന്നില്ല. പുതുനിയമത്തിലേക്ക് അപ്പോസ്തലരിലേക്ക് വരുമ്പോൾ കാന്തനും വെളിപ്പെട്ട് വരുന്നു, സഭയും വെളിപ്പെട്ട് വരുന്നു. കാന്തയും കാന്തനും തമ്മിൽ കാണുന്നു. ആ സ്ഥലമാണ് പുതുനിയമം. അതുപോലെ ഇനി നമ്മൾ വെളിപ്പാടത്തിലേക്ക് വരുമ്പോൾ അവർ തമ്മിലുള്ള സമാഗമം, ദാമ്പത്യ ജീവിതത്തിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന ആ വഴിത്താര തുറന്നിടുന്നു ഈ 3 പുസ്തകങ്ങളുടെ ഉള്ളടക്കം. സഭ തൻ്റെ കാന്തനും തമ്മിലുള്ള ഹൃദയംഗമായ ബന്ധമാണ്. ആ ബന്ധത്തിന് നിഴലായൊരു ബന്ധം ഭൂമിയിലുണ്ട്. അതാണ് കാന്തനും കാന്തയും തമ്മിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ വിവാഹം കഴിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുന്നത്, മക്കളെ, ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഭർത്താവിനോട് പറഞ്ഞു, നീ ഭാര്യയെ സ്നേഹിക്കണം. ഒന്നുകൂടെ അതിൽ ഞാനൊന്ന് വ്യക്തമാക്കി തരാം. പലപ്പോഴും ആളുകൾ പാസ്റ്റർമാരാരും ആ ഭാഗം അങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അവരത് വിശദീകരിക്കാറില്ല. ഉദാഹരണം, ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരിക, ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും. അടുത്ത വാക്യാണ് പറയാത്തത്. എന്നറിയോ, നമ്മളോട് പറയുകയാണെങ്കിൽ വ്യംഗ്യാർത്ഥമാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞേ, ഞാൻ നിന്നെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. നമ്മളെന്താ ഇത് പറയാത്തത്? നമുക്ക് അവിടുത്തെ സുവിശേഷം പ്രസംഗിക്കത്തില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കല്യാണം നടത്തി. എൻ്റെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ ജോയ് ജോൺ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളതിൽ. അതുപോലെ ഈ വിവാഹത്തിൽ പങ്കെടുത്ത ചില ദാസന്മാരുണ്ട്, സുനിൽ ജോണും ഒക്കെ ഉണ്ട്. ഞാൻ അവിടെയും സുവിശേഷമാണ് പറഞ്ഞത്. കാരണം സുവിശേഷം പറയാൻ നമുക്കൊരു വഴി കിട്ടുക. എന്താ കാരണം? ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഞാൻ നിങ്ങളെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. അപ്പോൾ ക്രിസ്തു സഭയും ഒരു ദേഹമായി, ഒരു ശരീരമായിട്ട് തീരുന്ന ആത്മീയ പരിണയം, ആത്മീകമായ ആ മംഗളകർമ്മം, മനോഹരമായ ആ ജീവിതത്തിൻ്റെ സമർപ്പണം, ആ പാരസ്പര്യം, അതല്ലേ സ്നേഹത്തിൻ്റെ തീവ്രഭാവം. ചുരുക്കത്തിൽ തെറ്റിദ്ധരിക്കരുത്. ഉത്തമയത്തിൽ പറയുന്നൊന്നും അശ്ലീലമല്ല. ഉത്തമയത്തിൽ പറയുന്നതെന്നല്ല, ലോകത്തിൽ ഒരിക്കലും ഭാര്യവത്വ ബന്ധം അശ്ലീലമല്ല, അനാവശ്യമല്ല. അതിൽ ഒന്നും അശ്ലീലമില്ല. അപ്പോൾ അശ്ലീലം എന്താ? അതിന് പുറത്തുള്ളതാണ് അശ്ലീലം. അതാണ് ഞങ്ങൾ പ്രിയപ്പെട്ട ഈസയെ അവരുടെ പ്രത്യയശാസ്ത്രത്തെ വിമർശിച്ചത്. വിമർശിക്കത്തൊന്നും ഇല്ലായിരുന്നു. വടി തന്നപ്പോൾ അടിച്ചതും. അടി കൊണ്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈസയും അബ്ദുൾ നാസറും ഒന്നും കരഞ്ഞിട്ട് കാര്യമില്ല. അതാണ് കാര്യം. അല്ല, ഇതുകൊണ്ടൊന്നും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊന്നും വിജയിക്കില്ല. നിങ്ങൾ കണ്ടായിരിക്കും, കഴിഞ്ഞൊരു ദിവസത്തെ നമ്മുടെ ഡിബേറ്റിന് വരെ ക്ഷണിച്ചു. നമ്മളെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അവിടെ കിടന്ന് ചോദിക്കുക, ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്തേ പറയാൻ കാരണം? ഇപ്പോൾ ഇവരെ എയിം ചെയ്തല്ല ഇത് പറയുന്നത്. നിങ്ങൾ ഇത് പഠിക്കേണ്ടതുണ്ട്, നിങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വീട്ടിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഉത്തമഗീതം ഇതിലൊന്നും ഒരശ്ലീലോ ഇല്ല. അപ്പോൾ ഇതിന് പകരം ചില ആളുകൾ ചെയ്തു വെച്ച, ഇവരുടെ ആചാര്യന്മാർ പലരും ചെയ്തു വെച്ച ദുഷ്കർമ്മങ്ങൾക്ക് ജാമ്യമെടുക്കാൻ ഉത്തമഗീതം കൈകൊണ്ട് തൊടാനുള്ള യോഗ്യതയൊന്നും ഈ കൂട്ടർക്കില്ല. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളൂ. അതിൻ്റെ പരിശുദ്ധി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി, ചില ആളുകൾ ഇത്തരം ആരോപണങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ മീതെ വെക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ഞാൻ മുമ്പ് ആവർത്തിക്കുന്നു, കഴിഞ്ഞ 2000 ആണ്ടായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഉലകത്തിൽ ഒറ്റ ധാർമ്മിക പ്രമാണമേ ഉള്ളൂ. ഒറ്റ പ്രമാണം, ധാർമ്മിക ബോധം ഒറ്റ ഒന്ന് മാത്രം. അതെന്താ? അത് ബഹുഭാര്യത്വ നിഷേധമാണ്. അത് എന്താ പറയുക, അത് കൊലപാതക നിഷേധമാണ്. അത് കളവ് പറയുന്നതിൻ്റെ നിഷേധമാണ്. അത് എല്ലാത്തരം തിന്മയ്ക്കും നിഷേധമാണ്. ആയുധമെടുക്കുന്നതിൻ്റെ നിഷേധമാണ്. 2000 ആണ്ടായിട്ട് ഞങ്ങളത് മാറ്റിയിട്ടില്ല. അതാണ് സത്യം. ഞങ്ങൾക്ക് മാറ്റാനും ആവില്ല. പ്രപഞ്ചം എത്ര നാൾ നിലനിൽക്കുമോ, മനുഷ്യൻ എത്ര നാൾ ഇവിടെ ഉണ്ടോ, അതുവരെ പ്രപഞ്ചം സർവൈവ് ചെയ്യുവാൻ ഏറ്റവും വേണ്ടത് ക്രിസ്ത്യാനിത്വ ഉലകത്തെ പഠിപ്പിക്കുന്ന മാർഗമാണ്. അതുകൂടി ഗ്രഹിക്കുക, മനസ്സിലാക്കുക. ഇന്ന് ഈ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ ഇത്രത്തോളം ശാന്തരായിട്ട് ഈ വചനം കേൾക്കുകയും ഇത് പ്രതികരിക്കുകയും ചെയ്ത എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും വന്ദനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അഗാധമായ സ്നേഹം, ആ സ്നേഹത്തെക്കുറിച്ചാണ് ഇതിലൊരു വാക്യം പറയുന്നത്. അനേക വെള്ളങ്ങൾ പ്രേമത്തിന് ശക്തിയെ കെടുത്താൻ പോരാ. അനേക വെള്ളങ്ങൾ, ഏത് കുത്തൊഴുക്കിനും പ്രേമത്തിന് ശക്തിയെ കെടുത്താൻ പോരാ. എത്ര ആനന്ദമുള്ളൊരു വാക്യമാണ്. ക്രിസ്തുയേശുവിനോടുള്ള എൻ്റെ തീവ്രമായ പ്രണയം, ആ അനുരാഗത്തിൽ നിന്ന് വേർപിരിക്കാൻ ആർക്കാണ് കഴിയുക? ആപത്തിനും വാളിനും ഒന്നും കഴിയാത്ത, ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതിനും ഒന്നും കഴിയാത്ത ആ തീവ്രമായ പ്രണയം, അതിൽ നിന്ന് ആർക്കും എന്നെ അടർത്തി മാറ്റാൻ കഴിയില്ല. കഴിഞ്ഞ 2000 ആണ്ടുകൾ നമ്മളെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു, തീച്ചൂളയിൽ ഇട്ട് നശിപ്പിച്ചു കളഞ്ഞു. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം രക്തം ചൊരിഞ്ഞു വളർന്ന അതുല്യ മാർഗം നസ്രായനായ യേശുവിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് ഒരുത്തൻ്റെയും ചോര ചൊരിയുകയല്ല, ചോര കൊടുത്ത് സ്വന്തം പ്രാണൻ പോലും അങ്ങോട്ട് വിലയായി തിരിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ഈ വിലപിടിപ്പുള്ള സംസ്കാരമുണ്ട്, ക്രിസ്തുയേശുവിനുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്രൈസ്തവ സംസ്കാരം.
അതിൻ്റെ കരുത്തും അതിൻ്റെ സൗന്ദര്യവും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. ഉത്തമയത്തിൽ വിരാജിക്കുന്ന പിതാവാം ദൈവം, ദൈവത്തിൻ്റെ പുത്രൻ, അവിടുത്തെ പരിശുദ്ധാത്മാവ്, അതിലൂടെ ആത്മസായുജ്യം കണ്ടെത്താൻ, കർത്താവിനോട് കൂടുതൽ അടുക്കാൻ ഈ വചനം കേൾക്കുന്ന ഏവർക്കും അത്യുന്നതൻ സംഗതിയാകട്ടെ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേയൊരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഒരു വചനം കൂടി പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ വ്യാഖ്യാനിച്ചൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം കാണുന്നുണ്ട്. പ്രിയ പറയുകയാണ്, അവൻ്റെ കരങ്ങൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. എന്താണ് ഈ ഗോമേതകം? അത് നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളിൽ അത് ഞാൻ കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഗോമേതകം വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. വിലപിടിപ്പുള്ള ഈ വസ്തുവിൻ്റെ ഈ കല്ലുകൾ, ആ രത്നത്തിൻ്റെ കല്ലുകൾ, അയിരുകൾ കിട്ടുന്നൊരു സ്ഥലമായിരുന്നു പൗലൂസിൻ്റെ നാട്. ടാർസിസ്റ്റോൺ എന്നാണ് അതിന് പറയുക. ഈ ടാർസിസ്റ്റോൺ കിട്ടുന്ന സ്ഥലമായിരുന്നു തർസോസായിട്ട് മാറിയത്. അപ്പോൾ ഈ തർസോസിലെ ടാർസിസ്റ്റോണിൻ്റെ പ്രത്യേകത എന്താ? പുരാതന കാലത്തിലെ മാരക രോഗങ്ങൾ ചികിത്സിച്ച് സൗഖ്യമാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രത്നചികിത്സകർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു ഗോമേതകം. ഗോമേതകം പതിച്ച സ്വർണ്ണനാളങ്ങളോടുകൂടി കൈയുള്ള ഒരു പ്രിയൻ്റെ കരസ്പർശം നമുക്കിന്ന് രോഗശാന്തിയാകട്ടെ, നമുക്ക് ആശ്വാസമാകട്ടെ, നമുക്ക് വിടുതലാകട്ടെ, നമുക്ക് അനുഗ്രഹമാകട്ടെ. നമുക്ക് ആ പ്രിയനെ കാണാൻ കഴിയുന്ന ആ ശുഭനിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാം. മറവിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ആ കുറുമ്പ്രാവായി നമുക്ക് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം കൃപയും പ്രാപ്തിയും നൽകട്ടെ.